Hi all, welcome to Exam by Olympiads. So ഇന്ന് നമ്മൾ ഒഫീഷ്യലി മാത്തമാറ്റിക്കൽ ഒളിമ്പിയാഡ്സിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ആ ഒരു സീരീസിലെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇത്. സോ മാത്തമാറ്റിക്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള പല സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഓൾജിബ്ര അതിൽ തന്നെ മൾട്ടിപ്പിൾ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. സോ ഓൾജിബ്ര, ട്രിഗണോമെട്രി ഉണ്ട്, ജോമെട്രി ഉണ്ട്, അതുപോലെ തന്നെ നമ്പർ സിസ്റ്റംസ് ഉണ്ട്, ലീനിയർ ഇക്വേഷൻസ് ആണ്, ഇക്വാളിറ്റീസ് അങ്ങനെ പല സെഗ്മെന്റ്സ് ആയിട്ടാണ് ക്ലാസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ കറക്റ്റായിട്ട് ക്ലാസ്സുകൾ കാണും, അതുപോലെ തന്നെ DPPസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യാം. സോ ലൈക്ക് നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇന്ന് ഓൾജിബ്രയിലെ റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് റേഷ്യോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ലൈക്ക് ഒരു x/y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 എന്ന് ഞാൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ x is to y equal to 1 equal to 2 എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി എന്താണ് റേഷ്യോസ് തരുന്നത്? അതായത് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്, എക്സ് മാറുന്നതിനനുസരിച്ച് വൈ എങ്ങനെയാണ് മാറുന്നത്, അല്ലെങ്കിൽ വൈ മാറുന്നതിനനുസരിച്ചിട്ട് എക്സ് എങ്ങനെയാണ് മാറുന്നത്, ആ ഒരു റിലേഷനാണ് ശരിക്കും നമുക്ക് റേഷ്യോസ് എന്ന് കിട്ടുന്നത്. സോ ഞാനിവിടെ രണ്ട് റേഷ്യോസ് എഴുതാണ്, 2:3 അല്ലെങ്കിൽ √5:1 എന്ന് പറയുന്ന റേഷ്യോസ് എഴുതാണ്. തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫസ്റ്റ് റേഷ്യോ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാതും എന്താണ്, ഇൻറ്റിജേഴ്സ് ആണ് അല്ലേ, ഇൻറ്റിജേഴ്സ് ആണ്. അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്ന 2/3 എന്താണ്, അതൊരു റാഷണൽ നമ്പറാണ്. സെക്കൻഡ് കേസിലാണെങ്കിൽ അങ്ങനെയാണോ, റിസൾട്ട് എന്താണ്, ഒരു റാഷണൽ നമ്പറാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഈ റേഷ്യോസ് നമുക്ക് ഇൻറ്റിജേഴ്സിൻ്റെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല, റാഷണൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇതിനെയാണ്, ഈ റാഷണൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, കമ്മൻഷറബിൾ എന്ന് വിളിക്കുന്നത്. അതായത് 2:3 നമ്മൾ എന്ത് ചെയ്യും, കമ്മൻഷറബിൾ എന്ന് വിളിക്കും. ആൻഡ് അതർവൈസ് ഇറ്റ്സ് കോൾഡ് എന്താണ്, ഇൻകമ്മൻഷറബിൾ എന്ന്. ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇൻകമ്മൻഷറബിൾ എന്ന് വിളിക്കാം. സോ നമ്മൾ ക്ലാസ് പ്ലാൻ ചെയ്തിട്ടുള്ളതും ഈ ഒരു രീതിയിലാണ്. ലൈക്ക് കുറച്ച് തിയറീസോ കാര്യങ്ങളോ ഡിസ്കസ് ചെയ്യും, അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നതാണ് ലൈവ് ക്ലാസ്സിൽ തന്നെ. സോ എന്താണ് അടുത്തൊരു ഇത് നോക്കാം. അതായത് ഒരു നമ്പർ തന്നിട്ടുണ്ട്, എന്താണ് മേ ബി ലൈക്ക് ഒരു 10 എന്ന് പറയുന്ന ഒരു നമ്പർ, 10 എന്ന് പറയുന്ന നമ്പർ അതെനിക്ക് 2:3 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ഞാൻ എങ്ങനെ ചെയ്യാം? അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, 2:3 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എത്ര ഭാഗങ്ങളാക്കണം, പാർട്ടുകളാക്കണം എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. സോ എത്രയാണ്, 2 + 3 5 പാർട്സ് ആക്കി മാറ്റണം. അതായത് 10നെ 5 പാർട്സ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് എത്രയാണ് വരിക, 10നെ 5 പാർട്സ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരു ഭാഗം എത്രയാണ്, ഒരു പാർട്ട് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. അപ്പോൾ ലൈക്ക് ഇവിടെ എന്താണ് 2:3, അതായത് ഞാൻ എങ്ങനെയാണ് ഫസ്റ്റ് പാർട്ടിൻ്റെ വാല്യൂ എത്ര വരിക, ഒന്ന് 2x അല്ലേ, രണ്ടാമത്തെ പാർട്ടിൻ്റെ വാല്യൂ എന്താ വരിക, 3x. ലൈക്ക് നമ്മൾ റേഷ്യോൻ്റെ നമ്പറിലോട്ട് മാറ്റുന്ന രീതി എന്താണ്, നമ്മൾ വേരിയബിൾ ഇട്ട് കൊടുക്കും അല്ലേ. അപ്പോൾ 2x 3x എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് 2 എന്നുള്ളത്. സോ എന്താണ് 2 × 2 അതേപോലെ 3 × 2 വിച്ച് ഈസ് 4 and 6 ആയിരിക്കും എന്ത്, രണ്ട് ഭാഗങ്ങൾ വരിക എന്നുള്ളതാണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ലൈക്ക് ഏതൊരു നമ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാം, തന്നിട്ടുള്ള ഒരു റേഷ്യോയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ലൈക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഇക്വേഷനായിട്ട് തന്നിട്ടുണ്ട്. ഇക്വേഷനായിട്ട് x/x + y × z എന്നുള്ള രീതിയിലും, ആൻഡ് സെക്കൻഡ് പാർട്ട് y/x + y × z എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇക്വേഷൻസ് ആയിട്ട് പഠിക്കണം എന്നില്ല, ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ തന്നിട്ടുള്ള എന്താ, a:b = 5:9, അതുപോലെ തന്നെ b:c = 4:7 എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് a:b:c എന്നുള്ളതാണ്. a:b will be equal to 5:9 ആണ്. ഓക്കെ ആണ്. b:c എന്ന് പറയുന്നത് 4:7 ആണ്. എങ്ങനെയാണ് തന്നിട്ടുള്ളത്, a:b ഉണ്ട്, അതുപോലെ തന്നെ b:c ഉണ്ട്. നമ്മളോട് ചോദിച്ചത് a:b:c ആണ് ചോദിച്ചുള്ളത്. എങ്ങനെയൊക്കെയാണ് ഇവിടെ കോമൺ ആയിട്ട് വരുന്നത്, ലൈക്ക് രണ്ട് മെത്തേഡ്സ് ഒക്കെ വഴി നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതും ഒരു വേരിയബിളിലോട്ട് മാറ്റുക എന്നുള്ള. ഇതിൻ്റെ അർത്ഥം എന്താ, a/b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/9 ആണ്, b/c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/7 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/9 b എന്ന് എഴുതിക്കൂടെ, ആൻഡ് c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് 7b/4 എന്ന് എഴുതിക്കൂടെ, 7b/4. ഇത് ലൈക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7b/4 കിട്ടും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ a:b:c എന്താണ് വരിക, എക്ക് പകരം 5/9b കൊടുക്കാം, 5/9b ബിക്ക് പകരം b തന്നെ അല്ലേ, സിക്ക് പകരം എന്ത് കൊടുക്കാം, 7b/4 എന്ന് കൊടുക്കാം. എല്ലാത്തിലും b കോമൺ ആയിട്ടുണ്ട്. സോ ലൈക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി വരുന്നത് എഴുതാം. എങ്ങനെയാണ് a:b:c വരുന്നത്, ഞാനിവിടെ റേസ് ചെയ്യാം. a:b:c വരുന്നത് a:b:c = 5/9 എന്നുള്ള രീതിയിൽ എഴുതാം. എങ്ങനെയാണത്, ക്രോസ് മൾട്ടിപ്ലൈ LCM എടുക്കുക അല്ലേ, 36 കൊണ്ട് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലൈ ചെയ്താൽ 9 × 4 അതിൻ്റെ LCM എടുത്തു കഴിഞ്ഞാൽ 36 കൊണ്ട് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലൈ ചെയ്യുക. സോ 36 × 5/9 എത്രയാണ്, 4 × 5 20 = 1 × 36 36, 7/4 × 36 എത്രയാണ്, 7 × 9 ആണ്, വിച്ച് ഈസ് 63 എന്നുള്ള റേഷ്യോ കിട്ടും. ഇതെന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. നമുക്ക് നോർമലി ഒറ്റൊരു വേരിയബിളിലോട്ട്, ഞാനിപ്പോൾ ബിയിലോട്ടാണ് മാറ്റിയത്, ലൈക്ക് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള വേരിയബിളിലോട്ട് വേണമെങ്കിൽ മാറ്റാം. സോ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡ്
യെസ്, A/B എന്ന് പറയുന്നത് 5:9 ആണ്. ഒന്നും കൂടെ എളുപ്പമുള്ള, ഒന്നുകൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാവുന്ന മെത്തേഡാണ്. B/C എന്ന് പറയുന്നത് 4:7 ആണ്. 4:7 ആണ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതായത് A/B ഉണ്ട്, B/C ഉണ്ട്. ഇവിടെ കോമൺ ആയിട്ടുള്ള സാധനം ആരാണ്? ബി ആണല്ലേ ഉള്ളത്. ബി ആണ്. രണ്ടെണ്ണത്തിലും ബി കോമൺ ആയിട്ടുണ്ട്, A/Bയും B/Cയിലും. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ഇക്വേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് 5:9 അതുപോലെ തന്നെ 4:7 എന്ന് പറയുന്ന റേഷ്യോയിലുള്ളത് A/B, B/C. അങ്ങനെയാണ് ഇവിടെ 9 ഉള്ളത്, ഇവിടെ 4 ഉള്ളത്. അത് ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഞാൻ ഇതിൻ്റെ LCM എടുക്കും അല്ലേ, 9ൻ്റെയും 4ൻ്റെയും LCM എടുക്കും. അങ്ങനെയാണെങ്കിൽ 9ൻ്റെ LCM എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് വരിക? 9ൻ്റെയും 4ൻ്റെയും LCM 36 ആണ്. സോ ലൈക്ക് ഞാൻ എന്ത് ചെയ്യും? ഈ 5:9 ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 4:7 ഞാൻ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ എങ്ങനെ എഴുതാൻ പറ്റും? 5 × 4 എത്ര? 20:36 അല്ലേ? ഫസ്റ്റത്തെ റേഷ്യോ വരുന്നത് 20:36 എന്നുള്ള. സെക്കൻഡത്തെ റേഷ്യോ എന്താ വരിക? സെക്കൻഡത്തെ റേഷ്യോ എന്ന് പറയുന്നത് 9 × 4 എത്രയാണ്? 36:7 × 9 എത്രയാണ്? 63 എന്നുള്ള. ഇപ്പോൾ ഒന്ന് നോക്കിയേ, A/B, B/C. ബിയുടെ വാല്യൂ സെയിം ആയി, രണ്ട് റേഷ്യോയിലും ബിയുടെ വാല്യൂ സെയിം ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A/B/C എന്ന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 20:36:63 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എന്താണ്? കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് റേഷ്യോ കമ്പൈൻ ചെയ്യുക. നേരിട്ട് റേഷ്യോ കമ്പൈൻ ചെയ്യരുത്. കോമൺ ആയിട്ട് വരുന്ന സാധനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ടേംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, വേരിയബിൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂസ് ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ റേഷ്യോസ് കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ് മെത്തേഡ്. രണ്ട് ആൻസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറ്റും? സെയിം ആൻസർ ആണ് എന്ന് കാണാൻ പറ്റും. സോ ഇതാണ് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ വീണ്ടും ഒരു തിയറിയിലോട്ട് പോവാം. എന്താണ് ഗ്രേറ്റർ ആൻഡ് ലെസ്സർ ഇനീക്വാളിറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ സപ്പോസ് ലൈക്ക് ഇങ്ങനെ പറയാം, ഒരു ഫ്രാക്ഷൻ ഉണ്ട്, ലൈക്ക് A/B എന്ന് പറയുന്ന ഫ്രാക്ഷൻ ഉണ്ട്, സച്ച് ദാറ്റ് A ഗ്രേറ്റർ ദാൻ B ആണ്. A ഗ്രേറ്റർ ദാൻ B ആണ്. ഒരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ 14/2 എടുത്തു. 14/2 എടുത്തു. ഞാൻ എന്ത് ചെയ്തു? ഒരു കോൺസ്റ്റന്റ് ടേം ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആഡ് ചെയ്തു. കോൺസ്റ്റന്റ് ടേം ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആഡ് ചെയ്തു. അതിനെ ഞാൻ 14 + 1/2 + 1 എന്ന് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്താ വരുന്നത്? 14 + 1/2 + 1 എത്രയാണ്? 15/3 ആണ്. ഓക്കെ ആണല്ലോ. 15/3യുടെ വാല്യൂ എത്രയാണ്? 5 ആണ്. 14/2യുടെ വാല്യൂ എന്താണ്? 7 ആണ്. അതായത് എന്താ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ഞാൻ ഒരു റേഷ്യോ എടുത്തു, സച്ച് ദാറ്റ് എന്താണ്? A ഗ്രേറ്റർ ദാൻ B ആണ്. A/B എന്നുള്ള ഒരു മെത്തേഡിൽ ലൈക്ക് ഞാൻ ഒരു റേഷ്യോ എടുത്തു, ലൈക്ക് എന്താണ്? A ഗ്രേറ്റർ ദാൻ B ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതിലോട്ട് ലൈക്ക് ഒരു കോമൺ ആയിട്ടുള്ള ടേം ആഡ് ചെയ്തു, കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ ആഡ് ചെയ്തു, ഒരു എക്സ് എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്തു. അതായത് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് A/B ആയിരുന്നു. ഞാൻ അതിന് A+X / B+X എന്ന് എഴുതി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ്? A/B എന്ന് പറയുന്നത് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ A+X / B+X ആണ് അല്ലേ? A+X / B+X-നേക്കാളും കൂടുതലാണ്. അതായത് ഈ ടേം ഫസ്റ്റത്തെ കേസിൽ എന്തായിരുന്നു? 7 ആണ്. ഞാൻ രണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു കോമൺ ടേം, ഒരു കോമൺ നമ്പർ ആഡ് ചെയ്ത സമയത്ത് ആ നമ്പറിൻ്റെ വാല്യൂ കുറയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഫസ്റ്റ് പറയുന്ന ഈ ഒരു തിയറം. അതായത് റേഷ്യോ A/B ഈസ് കാൾഡ് എ റേഷ്യോ ഓഫ് ഗ്രേറ്റർ ഇനീക്വാളിറ്റി ഇഫ് K ഗ്രേറ്റർ ദാൻ B എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ്? എ റേഷ്യോ ഓഫ് ഗ്രേറ്റർ ഇനീക്വാളിറ്റി ഈസ് ഡിക്രീസ് ഇഫ് എ സെയിം പോസിറ്റീവ് നമ്പർ ഈസ് ആഡഡ് ടു ബോത്ത് ദ ടേംസ് ഓഫ് ദ റേഷ്യോ എന്ന് പറയുന്നുണ്ട്. അതായത് രണ്ട് ടേംസിലോട്ട് ഞാനൊരു ഒരു നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? A ഗ്രേറ്റർ ദാൻ B ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ കുറയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാണ് എന്ത് ചെയ്യുന്നത്? റേഷ്യോ ഓഫ് ഗ്രേറ്റർ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഇതേപോലെ എക്സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതും വെരിഫൈ ചെയ്യാൻ പറ്റും. A - X / B - X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? ആ വാല്യൂ കൂടുതലായിരിക്കും, ഒറിജിനൽ വാല്യൂവിനേക്കാളും ആ വാല്യൂ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് ഒറിജിനൽ വാല്യൂവിനേക്കാളും കുറവായിരിക്കും. സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ആ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒറിജിനൽ വാല്യൂവിനേക്കാളേറെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. സിമിലർലി ഇഫ് A ലെസ് ദാൻ B ആണെങ്കിൽ എന്താ കേസ് വരിക? A ലെസ് ദാൻ B ആണെങ്കിൽ എന്താ കേസ് വരിക? A/B ഉണ്ട്. വീണ്ടും ഞാൻ എക്സാമ്പിൾ എടുക്കാം. A ലെസ് ദാൻ B എടുക്കുന്ന സമയത്ത് എങ്ങനെ എടുക്കാം? ഞാൻ മേ ബി 1/2 എടുത്തു അല്ലേ? 1/2 ഞാൻ എന്ത് ചെയ്തു? രണ്ട് സൈഡിലോട്ടും 1 ആഡ് ചെയ്തു. 1 + 1 ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തു. 1 + 1/2 + 1 രണ്ടിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കോമൺ ആയിട്ടുള്ള 1 ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് റിസൾട്ട് എന്താ കിട്ടിയിട്ടുള്ളത്? 2/3 ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഫസ്റ്റ് കേസിൽ 1/2 ആയിരുന്നു. ഞാനൊരു കോൺസ്റ്റന്റ് ടേം, ഒരു കോൺസ്റ്റന്റ് നമ്പർ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് 2/3 കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ഇത് 0.51. 2/3യുടെ വാല്യൂ എന്താണ്? 0.66 ഉണ്ടായത്. നേരത്തെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? കുറയായിരുന്നു ചെയ്തത് അല്ലേ? നേരത്തെ ഉണ്ടായിരുന്നത് കുറയായിരുന്നു ചെയ്തത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വാല്യൂ കൂടിയിട്ടുണ്ട്. അതായത് ഒരു ഫ്രാക്ഷൻ എടുക്കുക, നിങ്ങൾ A/B എന്ന് പറയുന്ന ഫ്രാക്ഷൻ എടുക്കുക, വിച്ച് ഈസ് A ലെസ് ദാൻ B ആണ് എന്നുണ്ടെങ്കിൽ, A ലെസ് ദാൻ B ആണ്, ന്യൂമറേറ്റർ കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലോട്ട് ഒരു നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒറിജിനലേക്കാൾ വലുതായിരിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5/6 ആയിരിക്കുമോ
6/7 ആയിരിക്കും വലുത്. ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, 5/6 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 1 ആഡ് ചെയ്തു. 5 എന്ന് പറയുന്ന ന്യൂമറേറ്റർ ലെസ് ദാൻ ഡിനോമിനേറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 6/7 ഗ്രേറ്റർ ദാൻ 5/6 ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ഇതാണ് ആ തിയറം കൊണ്ടുള്ള ഉപയോഗം. ലൈക്ക് നമ്പേഴ്സ് കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. അതിനാണ് റേഷ്യോ ഓഫ് ഗ്രേറ്റർ ഇനീക്വാളിറ്റി എന്നും ലെസ് ഇനീക്വാളിറ്റി എന്നും പറയുന്നുണ്ട്. ജസ്റ്റ് ഇനീക്വാളിറ്റീസിൻ്റെ പേരൊന്നും പഠിച്ചില്ലെങ്കിൽ ലൈക്ക് ജസ്റ്റ് ആ കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് കമ്പയർ ചെയ്യേണ്ട ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യൂസ് കാണാതെ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോ ഇതാണ് ആ തിയറിയിലുള്ളത്. ഇനി കുറച്ച് ടേംസ് കൂടെ നമുക്ക് പരിചയപ്പെടാം. എന്താണ് കോമ്പൗണ്ടർ റേഷ്യോ എന്ന് പറയുന്നുണ്ട്. എന്താണ് കോമ്പൗണ്ടർ റേഷ്യോ? A/B ഒരു റേഷ്യോ ഉണ്ട്, A/B എന്ന് പറയുന്ന ഒരു റേഷ്യോ ഉണ്ട്. മറ്റൊരു റേഷ്യോ ഉണ്ട് C/D. ഓക്കെ ആണോ? A/B എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട്, C/D എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട്. AC/BDനെയാണ് എന്ത് ചെയ്യുന്നത്, കോമ്പൗണ്ടഡ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. AC/ ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനാണ് കോമ്പൗണ്ടഡ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് പഠിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A/B എന്ന് പറയുന്ന ഒരു റേഷ്യോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, A²/B² അല്ലെങ്കിൽ A/B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ നമ്മൾ കോമ്പൗണ്ടഡ് എന്തായിരുന്നു, A/Bയും C/D ആയിരുന്നു അല്ലേ, A/Bയും C/D ആയിരുന്നു. ആ C/Dക്ക് പകരം വീണ്ടും A/B ആയി കഴിഞ്ഞാൽ അതെന്തായി ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആയി. A²/B²നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. A³/B³ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. പിന്നെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഉണ്ട്. അതായത് A/B ഉണ്ടെങ്കിൽ √A/√B സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഉണ്ട്. √A/√B A/B എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട്. A/B എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട്. ഞാൻ √A/√B എന്ന് എഴുതുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് ചെയ്യുന്നത്, സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഇൻവേഴ്സ് റേഷ്യോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. A/B ആണ് റേഷ്യോ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത് B/A ആണ്. ഓക്കെ ആണോ? ഇത്രയും ടെർമിനോളജീസ് അറിഞ്ഞിരിക്കുക. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ദ മന്ത്ലി ഇൻകം ഓഫ് 2 persons ആർ ഇൻ ദ റേഷ്യോ 4:5 ആണെന്ന് തന്നിട്ടുണ്ട്. റേഷ്യോ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. മന്ത്ലി ഇൻകം പറയുന്നത് 4:5 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. The monthly expenditure of them are in the ratio 7:9. So ഞാൻ ഇൻകം എന്ന് പറയുന്നത് 4:5 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 7/9 ആണ്, അല്ലെങ്കിൽ 7:9 അല്ലേ, 7:9. ഇഫ് സേവിങ്സ് തന്നിട്ടുണ്ട്, രണ്ടുപേരും എയും ബിയും ഉണ്ട്, രണ്ടുപേരും 1000 rupees പെർ മന്ത് സേവ് ചെയ്യുന്നുണ്ട്. സോ ലൈക്ക് സേവിങ്സ് എത്രയാണ്, രണ്ടുപേരുടെയും 1000 rupees ആണ്. ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു സാധനം അറിയേണ്ടത്, അതായത് എന്താണ് ഇൻകം മൈനസ് സേവിങ്സ് ആണ് എക്സ്പെൻഡിച്ചർ അല്ലേ. ഇൻകം മൈനസ് സേവിങ്സ് ആണ് എക്സ്പെൻഡിച്ചർ. ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇൻകം മൈനസ് സേവിങ്സ് ആണ് എക്സ്പെൻഡിച്ചർ വരുന്നത്. എത്രയാണോ ഇൻകം അതിന് ഞാൻ എത്ര സേവ് ചെയ്യുന്നുണ്ട് അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ആണ്. അല്ലെങ്കിൽ എന്താ, എത്ര ഇൻകം ഉണ്ട്, ഞാൻ എത്ര ചിലവാക്കി, എത്ര എനിക്ക് കിട്ടി, എത്ര ഞാൻ ചിലവാക്കി, ബാക്കിയുള്ളതാണ് എന്ത് ചെയ്യുന്നത്, സേവിങ്സ് ആണെന്ന് പറയാം. ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മാറ്റാം. അപ്പോൾ ഇൻകം മൈനസ് സേവിങ്സ് ആണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇൻകം 4:5 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അങ്ങനെയാണ് ഞാൻ നമ്പറാക്കി മാറ്റുന്നത്. എങ്ങനെയാണ്, ഞാൻ ഇൻകം എന്ന് പറയുന്ന ഒന്നാമത്തെ ആളത് 4x ആണ് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആളത് എന്തായിരിക്കും 5x ആണ്. എയുടെ ഇൻകം 4x ആണെന്നുണ്ടെങ്കിൽ ബിയുടെ ഇൻകം എന്താണ്, ബിയുടെ ഇൻകം 5x ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് റേഷ്യോ എഴുതാൻ പറ്റും, ഒന്നാമത്തെ ആളുടെ എഴുതുന്ന സമയത്ത് 4x ആണ് അയാളുടെ ഇൻകം, എത്രയാണ് അയാളുടെ സേവിങ്സ്, -1000. രണ്ടാമത്തെ ആളുടെ റേഷ്യോ ഒക്കെ എഴുതാണ്, രണ്ടാമത്തെ ആളുടെ ഇൻകം എത്രയാണ് 5x, അവരുടെ സേവിങ്സ് എത്രയാണ് 1000 -1000. അതെന്താണ്, എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ അല്ലേ, എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ ആണ് ഇവിടെ തന്നിട്ടുണ്ട്. ഈക്വേഷനിലൂടെയാണ് ഞാൻ ചെയ്യുന്നത്. എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ ആണ് അല്ലേ, എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ റേഷ്യോ എന്താണ് 7/9 ആണ് തന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനേ ഉള്ളൂ. അതായത് 36x - 9000 വിൽ ബി ഈക്വൽ ടു 35x - 7000 എന്നുള്ളതാണ്. സോ എക്സ് വിൽ ബി ഈക്വൽ ടു 2000 എന്ന് കിട്ടും. എക്സ് വിൽ ബി ഈക്വൽ ടു 2000. എന്താ ചോദിച്ചുള്ളത്, ഫൈൻഡ് ദെയർ ഇൻകം എന്നുള്ള ചോദിച്ചുള്ളത്. ഇൻകത്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ, ഇൻകത്തിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. അത് എത്രയാണ്, 4:5 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അല്ലെങ്കിൽ 4x 5x എന്ന് പറയുന്നതാണ് അവരുടെ ഇൻകം. എക്സിൻ്റെ വാല്യൂസ് നമ്മൾ കിട്ടി, എത്രയാണ് 2000. അപ്പോൾ എത്രയാണ് അവരുടെ ഇൻകം വരിക, 8,000 ആൻഡ് 10,000. ഓക്കെ ആണോ? സോ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്? വളരെ എളുപ്പമുള്ള പ്രോബ്ലമാണ്, IUQM ലെവലൊന്നുള്ള പ്രോബ്ലം അല്ല, എന്നാലും ബേസിക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ്. സോ നമുക്ക് അടുത്തത് എന്താണ്, പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
പ്രൊപ്പോർഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് റേഷ്യോസ് ഉണ്ട്, രണ്ട് റേഷ്യോസ് ഉണ്ടെങ്കിൽ എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി. അതിന് ഇക്വേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊപ്പോർഷൻസ് വിളിക്കുന്നത്. രണ്ട് റേഷ്യോസിൻ്റെ എ ബൈ ബി സി ബൈ ഡി തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, പ്രൊപ്പോർഷൻസ് എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, എ ഈസ് ടു ബി, രണ്ട് കോളൻ കൊടുക്കണം കേട്ടോ, രണ്ട് കോളൻ കൊടുത്തിട്ട് സി ഈസ് ടു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇക്വേഷൻ ആണ്, ഈക്വൽ ടു എന്നാണ് അതിൻ്റെ അർത്ഥം, പ്രൊപ്പോർഷനിലാണ് എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് വിളിക്കുന്നത്. പിന്നെ എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും, ഞാൻ നേരെ റിവേഴ്സ് ചെയ്തുകൂടെ, എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ബി ബൈ എ ഇസ് ഈക്വൽ ടു ഡി ബൈ സി എന്ന് എഴുതിക്കൂടെ, ഓക്കെ ആണ്. രണ്ടാമത്തെ എന്താ എഴുതാൻ പറ്റും, എ ബൈ ബി ഇസ് ഈക്വൽ ടു സി ബൈ ഡി ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ സീനെ ഇങ്ങോട്ടും ബീനെ അങ്ങോട്ടും മൾട്ടിപ്ലൈ ആണ്, സോ ലൈക്ക് എ ബൈ സി ഈക്വൽ ടു ബി ബൈ ഡി എന്നും എഴുതാൻ പറ്റും. ഇത് രണ്ടിനെയും രണ്ട് നെയിംസ് ഇട്ടിട്ട് വിളിക്കാറുണ്ട്, ഇൻവേർട്ടൻഡോ ആൻഡ് ആൾട്ടർനോ എന്ന പേരിൽ വിളിക്കാറുണ്ട്. പിന്നീടുള്ളത് ഇപ്പം എ ഇസ് ടു ബി എങ്ങനെയാണ്, എ ഇസ് ടു ബി ഈക്വൽ ടു പ്രൊപ്പോർഷൻ ടു സി ഇസ് ടു ഡി ആണ് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് എക്സ്ട്രീംസിലുള്ളതിനാണ് എക്സ്ട്രീംസ് എന്ന് വിളിക്കുന്നത്. അതേപോലെ ബി എ സീനെയാണ് എന്ത് ചെയ്യുന്നത്, മീൻസ് എന്ന് വിളിക്കാറുണ്ട്. എയും ഡിയും ആണ് എക്സ്ട്രീംസ്, എ ആൻഡ് ഡി ആർ കോൾഡ് എ കോമ ഡി എക്സ്ട്രീംസ് എന്ന് വിളിക്കും, ആൻഡ് ബി കോമ സി വിൽ ബി മീൻസ് എന്നുള്ളത്. ഒരു കാര്യം കൂടെ ഉള്ളത്, എ ബൈ ബി ഇസ് ഈക്വൽ ടു സി ബൈ ഡി ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും, എ ഡി ഈക്വൽ ടു ബി സി എന്ന് എഴുതിക്കൂടെ. അതായത് എന്ത് പറയാൻ പറ്റും, പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് എന്ന് പറയുന്നത്, എക്സ്ട്രീംസ് എന്നുള്ളത് വിൽ ബി ഈക്വൽ ടു എന്താണ്, പ്രൊഡക്റ്റ് ഓഫ് മീൻസ് ആണ്. മീൻസ് എന്താണ്, എക്സ്ട്രീംസ് എന്താണെന്നൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയാണ് അതിലുള്ളത്. പിന്നീട് നമ്മൾ നോക്കേണ്ടത് കോമ്പണന്റോ ഡിവിഡന്റോ കോൺസെപ്റ്റ് ആണ്. പ്രൊപ്പോർഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കോമ്പണന്റോ ഡിവിഡന്റോ കോൺസെപ്റ്റ് നോക്കാം. അതായത് എ ബൈ ബി ഇസ് ഈക്വൽ ടു സി ബൈ ഡി ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ എൽ എച്ച് എസിലും ആർ എസ് എസിലും 1 ആഡ് ചെയ്യണേ. അപ്പം എങ്ങനെ എഴുതാൻ പറ്റും, എ ബൈ ബി പ്ലസ് 1 ഈക്വൽ ടു സി ബൈ ഡി പ്ലസ് 1 എന്ന് എഴുതിക്കൂടെ. യെസ് അല്ലേ, ഞാൻ രണ്ട് സൈഡിലും ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ ബി വിൽ ബി ഈക്വൽ ടു സി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയാൻ പറ്റും. ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പറയുന്നുണ്ട് എന്താണ്, കോമ്പണന്റോ എന്നുള്ള പേരിൽ ഇവിടെ പറയുന്നുണ്ട് അല്ലേ, കോമ്പണന്റോ എന്നുള്ള പേരിൽ പറയുന്നുണ്ട്. ഓക്കെ ആണോ, എ പ്ലസ് ബി ബൈ ബി എന്ന് പറയുന്നത് സി പ്ലസ് ടി ബൈ ഡി എന്നാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കോമ്പണന്റോ എന്നുള്ള പേരിൽ പറയാം. ഇതേ ഫോർമാറ്റിൽ നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇപ്പോൾ ഇവിടെ നേരത്തെ എന്താ ചെയ്തിട്ടുള്ളത്, ഇവിടെ വരക്കാം, രണ്ട് സൈഡിലും 1 ആഡ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ 1 മൈനസ് ചെയ്യുകയാണെങ്കിൽ എന്താ അവസ്ഥ, എ ബൈ ബി മൈനസ് 1 വിൽ ബി ഈക്വൽ ടു സി ബൈ ഡി മൈനസ് 1 എന്ന് എഴുതിക്കൂടെ. രണ്ട് സൈഡിലും എന്ത് ചെയ്തിട്ടുണ്ട്, -1 ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ 1 സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ മൈനസ് ബി ബൈ ബി വിൽ ബി ഈക്വൽ ടു സി മൈനസ് ഡി ഡിവൈഡഡ് ബൈ ഡി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണോ. സോ ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിവിഡൻഡോ എന്ന് വിളിക്കുന്നത്. ഇതെന്താണ്, കോമ്പണന്റോ എന്ന് വിളിക്കും. ഇത് രണ്ടാമത്തെ ഡിവിഡൻഡോ. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ഉണ്ടല്ലേ എൻ്റെ അടുത്ത്. ഞാനിതിനെ 1 എന്ന് മാർക്ക് ചെയ്യാം, ഇതിനെ ഞാൻ 2 എന്ന് മാർക്ക് ചെയ്യാം. ഞാൻ എന്താ ചെയ്യുന്നത്, 1/2 ചെയ്യാണേ, 1/2 ചെയ്യാം. 1/2 ചെയ്യുന്ന സമയത്ത് എന്താ വരിക, ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ എഴുതാം. അതായത് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി വിൽ ബി ഈക്വൽ ടു സി പ്ലസ് ടി ഡിവൈഡഡ് ബൈ സി മൈനസ് ടി എന്ന് എഴുതാൻ പറ്റും. 1/2 ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത് നോക്കുക, എ പ്ലസ് ബി ബൈ ബി ഈക്വൽ ടു സി പ്ലസ് ഡി ഡിവൈഡ് ബൈ ഡി അല്ല ഉണ്ടായിരുന്നത്, അതേ ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ബൈ ബി ഈക്വൽ ടു സി മൈനസ് ടി ഡിവൈഡ് ബൈ ഡി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബിയും ക്യാൻസൽ ചെയ്യും, ഡിയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള ടേംസ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതായത് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഈക്വൽ ടു സി പ്ലസ് ടി ഡിവൈഡ് ബൈ സി മൈനസ് ടി എന്നുള്ളത്. അതായത് ഞാനിവിടെ ഇത് ഇറേസ് ചെയ്യാണ്. എങ്ങനെ എഴുതാം, എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയും കൂടെ എഴുതാം, എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി വിൽ ബി ഈക്വൽ ടു സി പ്ലസ് ടി ഡിവൈഡ് ബൈ സി മൈനസ് ടി എന്നുള്ള. ഇത് വളരെ ഉപയോഗമുള്ള ഫോർമുലയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോമ്പണന്റോ ഡിവിഡൻഡോ എന്ന് വിളിക്കാറുള്ളത്. എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, എ പ്ലസ് ബി ഡിവൈഡ് ബൈ എ മൈനസ് ബി എന്ന് പറയുന്നത് സി പ്ലസ് ഡി ഡിവൈഡ് ബൈ സി മൈനസ് ടി ആണ്. ഇത് ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ത്രൂ ഔട്ട് കാണും. അപ്പോൾ അതിൻ്റെ ഒന്നുകൂടെയുള്ള ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. സോ ഇത്രയാണ് ആ ഒരു റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ് വെച്ചുള്ള ബേസിക് ആയിട്ടുള്ള തിയറീസ് ഉള്ളത്. പിന്നെ പറയുന്നത് ഇവിടെ ഒരു കേസും കൂടെ പറയുന്നുണ്ട്. അതായത് എ ബൈ ബി ഈക്വൽ ടു ബി ബൈ സി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഞാൻ എ സി ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യട്ടെ, എ സി വിൽ ബി ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി ആണ്, വിച്ച് മീൻസ് ലൈക്ക് ബി ഇസ് ഈക്വൽ ടു എന്താണ്, പ്ലസ് ഓർ മൈനസ് റൂട്ട് എ സി എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണോ, ബി സി ഈക്വൽ ടു പ്ലസ് ഓർ, നിങ്ങൾ റൂട്ട് എടുക്കുകയാണെങ്കിൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് എ സി. അതായത്
അങ്ങനെയാണെങ്കിൽ ബീനെയാണ് എന്ത് ചെയ്യുന്നത് മീൻ പ്രൊപ്പോർഷൻ ഓഫ് എ ആൻഡ് സി എന്ന് പറയുന്നത്. മീൻ പ്രൊപ്പോർഷൻ ഓഫ് എ ആൻഡ് സി, അതിൻ്റെ വാല്യൂ എത്രയാണ് √AC ആണ്. പ്ലസ് മൈനസിൻ്റെ അതിൻ്റെ വാല്യൂ മോഡുലസ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണ് √AC ആണ്. അതിനെയാണ് ബീനെയാണ് എന്ത് ചെയ്യുന്നത് മീൻ പ്രൊപ്പോർഷൻ ഓഫ് എ ആൻഡ് സി എന്ന് പറയുന്നത്. പിന്നീട് ഒരു പോയിന്റും കൂടെ ഇതിലൂടെ ആഡ് ചെയ്യാനുള്ളത്, ഇഫ് എ ബൈ ബി ഈക്വൽ ടു ബി ബൈ സി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, എ ബൈ ബി ഈസ് ഈക്വൽ ടു ബി ബൈ സി ആണെന്നുണ്ടെങ്കിൽ എന്താണ് എ ബൈ സി ഞാൻ എഴുതുന്ന സമയത്ത് എന്താ വരിക, എ ബൈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബൈ ബി ഇൻറ്റു ബി ബൈ സി അല്ലേ. അതെന്തുകൊണ്ടാണ് ഇവിടെ ശ്രദ്ധിക്കണേ, എ ബൈ ബി ഇൻറ്റു ബി ബൈ സി, എ ബൈ സി എനിക്ക് എ ബൈ ബി ഇൻറ്റു ബി ബൈ സി എഴുതി കൂടെ, കാരണം ഈ ബിയും ബിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബാക്കി വരുന്നത് എ ബൈ സി ആണ് വരുന്നത്. ഞാൻ രണ്ട് സൈഡും ഒരു ബി ഉണ്ട്, ഒരു ന്യൂമറേറ്ററിൽ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഞാൻ ഡിനോമിനേറ്ററിൽ ഒരു ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും, എ ബൈ ബി ഇൻറ്റു ബി ബൈ സി എന്ന് പറയാൻ പറ്റും. നമുക്ക് ഓൾറെഡി അറിയാവുന്ന എന്താണ് എ ബൈ ബി ഈക്വൽ ടു ബി ബൈ സി എന്നാണല്ലോ. അപ്പോൾ എ ബൈ ബി ഉണ്ട്, ഈ ബി ബൈ സിക്ക് പകരം ഞാൻ വീണ്ടും എ ബൈ ബി കൊടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും, എ ബൈ ബി ഇൻറ്റു എ ബൈ ബി എന്നാവും, അതായത് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് പറയാം. അതായത് എ ബൈ ബി ഈക്വൽ ടു ബി ബൈ സി ആണ് എന്നുണ്ടെങ്കിൽ എ ബൈ ബി ഈക്വൽ ടു ബി ബൈ സി ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, എ ബൈ സി എന്ന് പറയുന്നത് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആയിരിക്കും. ഇതും ഓർത്ത് വെക്കാം. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യാനുള്ളത്, അതിൽ എ ബൈ ബി ഇഫ് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണ്. അതുപോലെ തന്നെ ഇ ബൈ എഫ് എന്ന് പറയുന്നത് ജി ബൈ എച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേഷ്യോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, എ ബൈ ബിയും ഇ ബൈ എഫ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക, എ ഇ ബൈ ബി എഫ് വിൽ ബി ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, സി ജി ബൈ ഡി എച്ച്. നമ്മളത് മൾട്ടിപ്ലൈ ആണെങ്കിൽ അപ്പുറത്ത് മറ്റേതും കൂടെ LHS കൂടെ മൾട്ടിപ്ലൈ RHS കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ആ സെയിം ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബി ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ വൈ ആണെങ്കിൽ എന്താ സംഭവിക്കാം, ആ ബിയും ക്യാൻസൽ ആവും അല്ലേ. അപ്പം എ ബൈ എക്സ് ഈക്വൽ ടു സി ബൈ വൈ എന്ന് പറയുന്ന ഫോർമാറ്റിലാവും നിങ്ങൾ ചെയ്ത് നോക്കാം. ഇനി അടുത്തൊരു കേസ് എടുക്കാനുള്ളത്, ഇഫ് സപ്പോസ് എന്താണെന്നുള്ളത് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ഈക്വൽ ടു ഇ ബൈ എഫ് ആണെന്ന് വിചാരിക്കാം. ഇതെന്താണ്, റേഷ്യോ ആണല്ലേ. സോ ലൈക്ക് ആ റേഷ്യോ വിച്ച് ഈസ് ഓൾ ഈക്വൽ ടു ഞാൻ എന്താണ് ഒരു മേ ബി ആർ എന്ന് വെക്കുകയാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് എനിക്ക് ഇന്ന് പറയാൻ പറ്റുന്നത്, എ ബൈ ബി ഈക്വൽ ടു ആർ ആണ്, സി ബൈ ഡി ഈക്വൽ ടു ആർ ആണ്, ഇ ബൈ എഫ് ഇസ് ഈക്വൽ ടു ആർ ആണെന്ന് എഴുതി കൂടെ. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, എ ഈക്വൽ ടു ബി ആർ ആണ് ആൻഡ് സി ഇസ് ഈക്വൽ ടു ഡി ആർ ആണ്, അതുപോലെ തന്നെ ഇ ഇസ് ഈക്വൽ ടു എഫ് ആർ ആണ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ, ഞാൻ രണ്ട് സൈഡ് ഞാൻ എന്ത് ചെയ്യാം, ഒരു കോൺസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇതിനെ ഞാൻ കെ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. കെ എ ഇസ് ഈക്വൽ ടു കെ ബി ആർ എന്ന് എഴുതി കൂടെ. ഓക്കെ, അടുത്ത കേസിൽ എന്താ, കെ എൽ എടുക്കാം. ഞാൻ എൽ സി ഇസ് ഈക്വൽ ടു എൽ ഡി ആർ എന്ന് എഴുതാം. ഞാൻ രണ്ടാമത്തേതിനെ എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൂന്നാമത്തേതിനെ ഈക്വൽ ടു എഫ് ആർ ആണ്, കെ എൽ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എം ഇസ് ഈക്വൽ ടു എം എഫ് ആർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? എന്നിട്ട് ഞാൻ ഇത് മൂന്നും ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരിക, ഞാൻ LHS കംപ്ലീറ്റ് ആഡ് ചെയ്യും, RHS കംപ്ലീറ്റ് ആഡ് ചെയ്യും. ഇവിടെ കെ എ ഉണ്ട്, ഈ കെ എ അടുത്ത് പ്ലസ് എൽ സി പ്ലസ് എം ഇ. ഓക്കെ ആണോ? RHSകൾ ആഡ് ചെയ്യണം, കറസ്പോണ്ടിങ് RHS ആഡ് ചെയ്യണം. അപ്പോൾ എന്താണ്, കെ ബി ആർ പ്ലസ് എൽ ഡി ആർ പ്ലസ് എം എഫ് ആർ എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണോ? ഞാൻ ഇവിടുന്ന് എനിക്ക് ആർ എന്ന് പറയുന്നത് കോമൺ ആക്കി എടുത്തൂടെ, ആർ ഇൻറ്റു കെ ബി പ്ലസ് എൽ ഡി പ്ലസ് എം എഫ് എന്ന് എഴുതാൻ പറ്റും. അതായത് ആർ വിൽ ബി ഈക്വൽ ടു കെ എ പ്ലസ് എൽ സി പ്ലസ് എം ഇ ഡിവൈഡഡ് ബൈ കെ ബി പ്ലസ് എൽ ഡി പ്ലസ് എം എഫ് എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അതായത് ഒരു ലീനിയർ കോമ്പിനേഷൻ അല്ലേ. എന്താണിത്, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ, ആർ എന്താണ്, എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ഈക്വൽ ടു ഇ ബൈ എഫ് എന്നുള്ള രീതിയിലാണ്. അതായത് ഒരു ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. എന്താണ്, ന്യൂമറേറ്റർ എന്താണ്, എ പ്ലസ് സംതിങ് ഇൻറ്റു എ പ്ലസ് സംതിങ് ഇൻറ്റു സി പ്ലസ് സംതിങ് ഇൻറ്റു ഇ ആണ് അല്ലേ. സംതിങ് ഇൻറ്റു എ സംതിങ് ഇൻറ്റു സി സംതിങ് ഇൻറ്റു ഇ എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. സിമിലർലി ഡിനോമിനേറ്റർ നോക്കിയേ, ബി ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഡി ഉണ്ട്, ഇവിടെ ഡി ഉണ്ട്, സംതിങ് ഒരു കോൺസ്റ്റന്റോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, എഫ് ഉണ്ട്, ഇവിടെ എഫ് ഉണ്ട് അല്ലേ. എം ഇൻറ്റു എഫ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ഈക്വൽ ടു ഇ ബൈ എഫ് ആണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, കെ എ പ്ലസ് എൽ സി പ്ലസ് എം ഇ, അതായത് ന്യൂമറേറ്ററിൻ്റെ സമ്മിൻ്റെ ഒരു കോമ്പിനേഷനാണ്, ലീനിയർ കോമ്പിനേഷനാണ്, ഡിവൈഡ് ബൈ കെ ബി പ്ലസ് എൽ ഡി പ്ലസ് എം എഫ് എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഇറ്റ് ഫോളോസ് ദാറ്റ് ഇഫ് ഓൾ റേഷ്യോസ് ആർ ഫൈനൈറ്റ് ആൻഡ് ഡിനോമിനേറ്റർ കെ ബി പ്ലസ് എൽ ഡി പ്ലസ് എം എഫ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂമറേറ്റർ 0 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആവുന്ന കേസുകളാണ് എന്നുണ്ടെങ്കിൽ, എക്സ്പ്ലിസിറ്റ്ലി അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്തിട്ട് അങ്ങനെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂമറേറ്റർ 0 ഇക്വേറ്റ് ചെയ്യാനും പറ്റും. ഇത്രയാണ് തിയറി പാർട്ടിൽ നമുക്ക് നോക്കാനുള്ളത്. സോ ഇനി കാര്യമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ടായിരിക്കും, കുറച്ചും കൂടെ തിയറീസ് വരുന്നുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം, കുറച്ച് തിയറീസ് അങ്ങനെ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, നമ്മൾ ഇതേ ക്വസ്റ്റ്യനാണ്
ഇപ്പോൾ നേരത്തെ ചെയ്ത റേഷ്യോയുടെ അതേ കോൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് തന്നിട്ടുള്ളത്? A/B ഈസ് ഈക്വൽ ടു C/D ഈസ് ഈക്വൽ ടു E/F E/F എന്നാണ് തന്നിട്ടുള്ളത്. E/F ആണ് തന്നിട്ടുള്ളത്. അതിനെ ആ ഒരു K ആയിട്ട് എടുക്കുകയാണ്. ഒരു K ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? A ഈക്വൽ ടു BK എന്ന് എഴുതിക്കൂടെ? A ഈക്വൽ ടു BK എന്ന് എഴുതാം. C ഈസ് ഈക്വൽ ടു DK എന്ന് എഴുതാം. E ഈസ് ഈക്വൽ ടു FK എന്ന് എഴുതാം. ഞാൻ A/B ഈസ് ഈക്വൽ ടു C/D ഈക്വൽ ടു E/F ആണ് തന്നിട്ടുള്ളത്. അതൊരു കോൺസ്റ്റന്റ് ആക്കി എടുത്തു അല്ലേ? ആ ഒരു കോൺസ്റ്റന്റ് ആക്കി എടുത്ത് K എന്നുള്ള പേരിട്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും. ഞാൻ ഈ ഇക്വേഷൻ റെഡ്യൂസ് ചെയ്യാം. നമുക്കൊരു സാധനം തന്നിട്ടുണ്ട്, അത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള അതുമായിട്ട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞുള്ളത്. A³ B+. A³ പകരം ഞാൻ എന്ത് കൊടുക്കാം? എക്ക് പകരം BK കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ B³ K³ ഇൻറ്റു B എന്ന് എഴുതാം. പ്ലസ് 2 ഇൻറ്റു സിക്ക് പകരം എന്ത് കൊടുക്കാം? D² K² എന്ന് കൊടുക്കാം അല്ലേ? C² പകരം D² K² എന്ന് കൊടുക്കാം. ഇൻറ്റു ഇ ഉണ്ട് അല്ലേ? ഇക്ക് പകരം ഞാൻ FK എന്ന് കൊടുക്കാം. മൈനസ് 3 ഇൻറ്റു എ ഉണ്ട്, ഞാൻ BK കൊടുക്കാം. ഇൻറ്റു E² F² K² ഇൻറ്റു F എന്നുള്ള രീതിയിൽ എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ ഞാൻ B⁴ ഞാൻ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ വെക്കുകയാണ്. 2D² F മൈനസ് 3BF³ എന്നുള്ളത്. ഞാൻ ഡിനോമിനേറ്റർ അങ്ങനെ വെക്കാനുള്ള കാരണമുണ്ട്. ഞാൻ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ വരിക? B⁴ K³ അല്ലേ? ഫസ്റ്റ് ടേം B⁴ K³ ആണ്. സെക്കൻഡ് ടേം എന്താ വരുന്നത്? 2D² K³ F എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. മൈനസ് എന്താണ് അടുത്ത ടേം എന്താ വരിക? 3B K³ F³ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും അല്ലേ? മൂന്നാമത്തെ ടേം എന്താണ്? 3B K³ F³ ഡിവൈഡഡ് ബൈ എന്ത് പറയാൻ പറ്റും? B⁴ പ്ലസ് 2D² F മൈനസ് 3BF³ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണോ? ഞാൻ ഇവിടെ റേസ് ചെയ്യാം, ഇത് റേസ് ചെയ്യാം, ഇത് റേസ് ചെയ്യാം. ഓക്കെ ആണ്. സോ ഇത് കറക്റ്റ് ശ്രദ്ധിക്കുക. എല്ലാ ന്യൂമറേറ്റർ ശ്രദ്ധിച്ചേ. ന്യൂമറേറ്റർ എന്താ ഉള്ളത്? എല്ലാ ടേംസിലും K³ കോമൺ അല്ലേ? K³ കോമൺ അല്ലേ? അപ്പോൾ ഞാൻ K³ കോമൺ എടുക്കുകയാണ്. K³ എടുക്കുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? B⁴ പ്ലസ് 2D² F അല്ലേ? മൈനസ് 3BF³ ഡിവൈഡഡ് ബൈ എന്ത് പറയാൻ പറ്റും? B⁴ പ്ലസ് 2D² F പ്ലസ് മൈനസ് 3BF³ എന്ന് പറയാൻ പറ്റും. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലെ ടേംസ് സെയിം അല്ലേ? അപ്പോൾ എനിക്ക് ക്യാൻസൽ ചെയ്തൂടെ? ഫൈനൽ ആൻസർ എന്താ വരിക? ഞാൻ LHS സിംപ്ലിഫൈ ചെയ്ത സമയത്ത് ആൻസർ എന്താണ് വന്നിട്ടുള്ളത്? K³ എന്ന് എഴുതാൻ പറ്റും. ഈ ഒരു ടേമും ഇവിടെ ക്യാൻസലായി പോകും. അപ്പോൾ എന്താണ് ആൻസർ വരിക? K³ എന്നുള്ള ആൻസർ വരും. സോ അതാണ് LHS കിട്ടിയിട്ടുള്ളത്. പക്ഷേ RHSൽ വേറെ എന്തോ ടേം ആണുള്ളത്. നമ്മൾ എന്താണ് അതും റെഡ്യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് K³ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പ്രൂവ് ആണ് എന്ന് പറയാൻ പറ്റും. സോ ഞാൻ അത് റെഡ്യൂസ് ചെയ്ത് നോക്കാം. അപ്പം LHS കിട്ടിയിട്ടുണ്ട്. അതായത് എന്താണെന്നുള്ളത് ഇതെന്താണ്? K³ ആണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തെന്താ ചെയ്ത് നോക്കുന്നത്? ACE/BDF ചെയ്ത് നോക്കുക. ACE/BDF ചെയ്ത് നോക്കുന്ന സമയത്ത് ഞാൻ വായിച്ചു പോയി. A is equal to BK ആണ്, C is equal to DK ആണ്, E is equal to FK ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എക്ക് പകരം എനിക്ക് BK എന്ന് കൊടുക്കാം, സിക്ക് പകരം DK എന്ന് കൊടുക്കാം, ഇക്ക് പകരം FK എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ BDF ആണ് വരിക. സോ എനിക്കിവിടെ ഒരു ബി ക്യാൻസൽ ചെയ്യാം, ഒരു ഡി ക്യാൻസൽ ചെയ്യാം, ഒരു എഫ് ക്യാൻസൽ ചെയ്യാം. സോ ഫൈനൽ ആൻസർ എന്താണ് വരുന്നത്? ഫൈനൽ ആൻസർ വിൽ ബി ഈക്വൽ ടു എന്താണ്? ഇവിടെയും K ഇൻറ്റു K അല്ലേ? K ഇൻറ്റു K വിച്ച് വിൽ ബി ഈക്വൽ ടു K³ എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണോ? സോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസിലെ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്തിട്ടുള്ളത്. വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നല്ല, എന്നാലും സ്റ്റിൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതായത് തന്നിട്ടുള്ള എന്താണ്? X² പ്ലസ് Y² ബൈ P² പ്ലസ് Q². നമ്മളിവിടെ കോമ്പണൻ്റ് ഡിവിഡൻഡ് എന്ന് പറയും. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അറിയാം? ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് നേരം പോസ് ചെയ്യണം. ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നേരം പോസ് ചെയ്ത് ജെന്യുവൻ ആയിട്ടൊരു 10 to 15 to 20 minutes 30 minutes ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അറ്റംപ്റ്റ് ചെയ്യുക ക്വസ്റ്റ്യൻ. എന്നിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? സൊല്യൂഷനിലോട്ട് കിടക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സ് കാര്യങ്ങൾ ഡെവലപ്പ് ആവുള്ളൂ. ഞാൻ ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ട ഒരു പുതിയ പ്രോബ്ലം കിട്ടുന്ന സമയത്ത്, പ്രത്യേകിച്ച് IOKM പോലുള്ള എക്സാംസിലൊക്കെ നിങ്ങൾ എഴുതുന്ന സമയത്ത് പുതിയ പ്രോബ്ലംസ് ആയിരിക്കും വരിക. അപ്പോൾ അത്തരം പ്രോബ്ലംസ് കിട്ടുന്ന സമയത്ത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള മെത്തേഡ്സ് നിങ്ങൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ ജെന്യുവൻ ആയിട്ടൊരു മേ ബി ഹാഫ് ആൻ അവർ ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് മാത്രം നിങ്ങൾ മേ ബി നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഡേയ്സ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്തിട്ട്
എന്നിട്ട് മാത്രമേ നിങ്ങൾ സൊല്യൂഷൻസ് നോക്കാൻ പാടുള്ളൂ. സോ ഇതൊന്ന് ജെനുവിൻ ആയിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് അറ്റംപ്റ്റ് ചെയ്യാം. സോ നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു എക്സ് വൈ ബൈ പി ക്യൂ എന്ന് തന്നിട്ടുണ്ട്. എക്സ് ബൈ വൈ ഈക്വൽ ടു പി ബൈ ക്യൂ എന്നാണ് നമുക്ക് സോ എന്താ പറയുന്നത് പ്രൂവ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ചെയ്യാം? ഞാൻ എക്സ് വൈ ഉള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത്, അപ്പോൾ ഞാൻ എക്സ് വൈ ഉള്ള ടേംസ് കംപ്ലീറ്റ് ഞാൻ ലെഫ്റ്റിലോട്ട് മാറ്റുകയാണ്. സോ ലൈക്ക് എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് വൈ വിൽ ബി ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ പി ക്യൂ എന്ന് എഴുതാൻ പറ്റും. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയറിനെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 കൊണ്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ആണ്. രണ്ട് സൈഡ് ഞാൻ മൾട്ടിപ്ലൈ ആണെങ്കിൽ ചേഞ്ച് ഉണ്ടാവുമോ? ഇല്ല അല്ലേ? അപ്പോൾ ഞാൻ രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ആണ്. എന്നിട്ട് ഞാൻ ആഡ് ചെയ്യാണ്. ഞാൻ കോമ്പണൻ്റോ ഡിവിഡൻറ്റോ എന്ന് പറയുന്ന മെത്തേഡ് അപ്ലൈ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താണ് കോമ്പണൻ്റോ ഡിവിഡൻറ്റോ. എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഈക്വൽ ടു സി പ്ലസ് ടി ഡിവൈഡഡ് ബൈ സി മൈനസ് ടി എന്ന് എഴുതാൻ പറ്റും. സെയിം മെത്തേഡ് ഞാൻ ഇവിടെ അപ്ലൈ ആണ്. അതായത് എ എന്താണ് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്, ബി എന്താണ് 2xy. അപ്പോൾ എ പ്ലസ് ബി ബൈ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ബൈ എ മൈനസ് ബി എന്ന് പറയുന്ന സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy വിൽ ബി ഈക്വൽ ടു, ഇവിടെ സിയും ഡിയും എന്താണ്? സി എന്ന് പറയുന്നത് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആണ്, ഡി എന്ന് പറയുന്നത് 2pq ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq ഡിവൈഡഡ് ബൈ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2pq എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണോ? ഞാൻ കോമ്പണൻ്റോ ഡിവിഡൻറ്റോ എന്ന് പറയുന്ന മെത്തേഡാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലെക്ചർ എന്ത് ചെയ്യുക, പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് കോമ്പണൻ്റോ ഡിവിഡൻറ്റോ വന്നിട്ടുള്ളത്. അതിൻ്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഒന്നും കൂടെ നിങ്ങൾ റീവാച്ച് ചെയ്യാം. സോ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? ഇപ്പം എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്, ഇവിടെ ഈ ന്യൂമറേറ്റർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇതെന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. അതെന്താണ്? എക്സ് പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയർ അല്ലേ? അതേപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് വൈയുടെ ഹോൾ സ്ക്വയർ ആണ്. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂയുടെ ഹോൾ സ്ക്വയർ ആണ്. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2pq എന്താണ്? പി മൈനസ് ക്യൂയുടെ ഹോൾ സ്ക്വയർ ആണ്. സോ ഞാൻ ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ പി മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. സോ എനിക്ക് സ്ക്വയർ ക്യാൻസൽ ചെയ്തുകൂടെ? സ്ക്വയർ ക്യാൻസൽ ചെയ്യാം അല്ലേ? സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ വിൽ ബി ഈക്വൽ ടു പി പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ പി മൈനസ് ക്യൂ എന്ന് എഴുതാം. ഓക്കെ ആണോ? ലൈക്ക് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ പി മൈനസ് ക്യൂ എന്ന് എഴുതാൻ ഇവിടെ മാറ്റി എഴുതാം. എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ പി മൈനസ് ക്യൂ എന്ന് എഴുതാൻ പറ്റും. ഇവിടെ രണ്ട് മെത്തേഡ് വഴി നിങ്ങൾക്ക് ആലോചിക്കാം. ഒന്ന് ഡയറക്റ്റ് ആലോചിക്കാം. ഈ സാധനം എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? എന്താണ്? സപ്പോസ് എക്സ് ബൈ വൈ ഈക്വൽ ടു പി ബൈ ക്യൂ ആണെങ്കിൽ ഞാൻ ഇവിടെ കോമ്പണൻ്റോ ഡിവിഡൻറ്റോ അപ്ലൈ ചെയ്താൽ എന്താ ആൻസർ കിട്ടുക? എക്സ് പ്ലസ് വൈ ബൈ എക്സ് മൈനസ് വൈ ഈക്വൽ ടു പി പ്ലസ് ക്യൂ ബൈ പി മൈനസ് ക്യൂ അല്ലേ? ഞാൻ ഇതിൽ കോമ്പണൻ്റോ ഡിവിഡൻറ്റോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതല്ലേ കിട്ടേണ്ടത്? അതല്ലേ ഇവിടെ തന്നിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് റിവേഴ്സ് ആയിട്ട് എഴുതിക്കൂടെ? എക്സ് ബൈ വൈ ഈക്വൽ ടു പി ബൈ ക്യൂ എന്ന് എഴുതിക്കൂടെ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട്? ഓക്കെ ആണോ? അതായത് എക്സ് ബൈ വൈ ഈക്വൽ ടു പി ബൈ ക്യൂ ആണെങ്കിൽ നിങ്ങൾ കോമ്പണൻ്റോ ഡിവിഡൻറ്റോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക? എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂ ഡിവൈഡ് ബൈ പി മൈനസ് ക്യൂ ആണ്. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ ഈക്വൽ ടു പി പ്ലസ് ക്യൂ ഡിവൈഡ് ബൈ പി മൈനസ് ക്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് റിവേഴ്സ് ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ബൈ വൈ ഈക്വൽ ടു പി ബൈ ക്യൂ എന്ന് എഴുതിക്കൂടെ? ഇനി അതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? നമുക്ക് വേറെ മെത്തേഡ് വഴി ആലോചിക്കാം അല്ലേ? ഞാൻ ഇവിടെ വീണ്ടും ഞാൻ കോമ്പണൻ്റോ ഡിവിഡൻറ്റോ അപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇവിടെ എൻ്റെ എ എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. പി എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ആണ്. സി എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂ ആണ്. ഡി എന്ന് പറയുന്നത് പി മൈനസ് ക്യൂ ആണ്. സോ ലൈക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ പ്ലസ് ബി ഡിവൈഡ് ബൈ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു സി പ്ലസ് ടി ഡിവൈഡ് ബൈ സി മൈനസ് ടി എന്ന് എഴുതാം. അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് മൈനസ് വൈ വിൽ ബി ഈക്വൽ ടു പി പ്ലസ് ക്യൂ പ്ലസ് പി മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ മൈനസ് പി മൈനസ് ക്യൂ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇതിൽ കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? ഇവിടെ ഈ മൈനസ് വൈ ഉണ്ട്, പ്ലസ് വൈ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. ഇവിടെ എന്തുണ്ട്? എക്സ് ഉണ്ട്, ഒരു മൈനസ് എക്സ് ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കി എന്താ വരിക? ന്യൂമറേറ്ററിൽ 2x ഉണ്ട്. ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താണ്? y മൈനസ് മൈനസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 2y ആണ്. ഇവിടെ എന്താണ്? പി പ്ലസ് ക്യൂ ഉണ്ട്, പി മൈനസ് ക്യൂ ഉണ്ട്, മൈനസ് ക്യൂ പ്ലസ് ക്യൂ ക്യാൻസൽ. ഇവിടെ എന്താണ്? പി ഉണ്ട്, ഒരു മൈനസ് പി ഉണ്ട്, അത് ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ വരിക? 2p ഡിവൈഡഡ് ബൈ 2q എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? വിച്ച് വിൽ ബി ഈക്വൽ ടു, എനിക്കിത് ക്യാൻസൽ ചെയ്തൂടെ? എക്സ് ബൈ വൈ ഈക്വൽ ടു പി ബൈ ക്യൂ എന്നുള്ള ആൻസർ കിട്ടും. സോ ലൈക്ക് ഈ ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും.
അതായത് എക്സ് ബൈ വൈ ഈക്വൽ ടു പി ബൈ ക്യൂ എന്ന് നമുക്ക് ഇങ്ങനെയും പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് റിവേഴ്സ് ആയിട്ട് അവിടെ തന്നെ ആലോചിക്കാം, അല്ലെങ്കിൽ വീണ്ടും ഒരു കോമ്പണന്റോട് ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ആൻസറിലോട്ട് എത്തുന്നുണ്ട്. ഓക്കെ ആണോ? സോ ഇതാണ് ആ ക്വസ്റ്റ്യൻ ഉള്ളത്. സോ അടുത്ത എന്താ നോക്കാം. അടുത്ത നമ്മൾ നോക്കുന്നത് പോളിനോമിയൽസ് ആണ്. സോ ലൈക്ക് എന്താണ് പോളിനോമിയൽ? ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ. നമ്മൾ പോളിനോമിയൽസ് ഇങ്ങനെ എഴുതാറുണ്ടല്ലേ, ലൈക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0 പ്ലസ് a1x പ്ലസ് a2 എക്സ് സ്ക്വയർ പ്ലസ് അങ്ങനെ പോയിട്ട് ലൈക്ക് an എക്സ് പവർ n എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതാറുണ്ട് അല്ലേ പോളിനോമിയൽസ്. അപ്പോൾ ലൈക്ക് ഒരു എന്താ പറയുക ആൾജിബ്രായിക് എക്സ്പ്രഷൻ ലൈക്ക് എന്താണ് കോമ്പിനേഷൻ ഓഫ് വേരിയബിൾസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എക്സ്പോണൻസ് ഉണ്ടായേക്കാം, മേ ബി കോൺസ്റ്റൻസ് ഉണ്ടായേക്കാം. സോ ലൈക്ക് എന്ത് പാടില്ല, ഡിവിഷൻസ് പാടില്ല കേട്ടോ, ബാക്കി എല്ലാ അരിത്മെറ്റിക് ഓപ്പറേഷൻസും പറ്റും. സോ അതിനാണ് എന്ത് ചെയ്യുന്നത്, പോളിനോമിയൽസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ലൈക്ക് കോൺസ്റ്റന്റ് വരുന്ന കേസ് പറഞ്ഞല്ലോ, അപ്പോൾ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5 എന്ന് പറയുന്ന നമ്പർ അത് പോളിനോമിയൽ ആണോ? ആണ്. ഇത് പോളിനോമിയൽ ഓഫ് ഡിഗ്രി 0 ആണ്. പോളിനോമിയൽ ഓഫ് ഡിഗ്രി 0 ആണ്. ഇതിനെയാണ് കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് വിളിക്കുക. കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് വിളിക്കുന്നത്. ഇതിനാണ് കോൺസ്റ്റന്റ് പോളിനോമിയൽസ് എന്ന് വിളിക്കുക. ഇനി 0 എന്നുള്ള നമ്പറോ? 0 അപ്പോൾ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആ പോളിനോമിയലിന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ അതിനാണ് 0 പോളിനോമിയൽ എന്ന് വിളിക്കുന്നത്. 0 പോളിനോമിയൽ. ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാണ്? 0 പോളിനോമിയലിന്റെ ഡിഗ്രി അൺഡിഫൈൻഡ് ആണ്. ഇത്രയാണ് അത് ബേസ് ചെയ്തുള്ള കാര്യമായിട്ടുള്ള തിയറീസ്. പിന്നീട് പോളിനോമിയൽസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ലൈക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. സോ ലൈക്ക് പിന്നീട് പ്രോബ്ലംസിലൂടെ നമുക്ക് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കാം. അതായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറം കൂടെ ഉണ്ട്, അതാണ് ഇൻറ്റിജർ റൂട്ട് തിയറം ഓർ റാഷണൽ റൂട്ട് തിയറം ഉണ്ട്. ഇൻറ്റിജർ റൂട്ട് തിയറം ആൻഡ് റാഷണൽ റൂട്ട് തിയറം. ഞാൻ ഫസ്റ്റ് ഇൻറ്റിജർ റൂട്ട് തിയറം പറയാം, എന്നിട്ട് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനേ ഉള്ളൂ റാഷണൽ റൂട്ട് തിയറത്തിലോട്ട്. അപ്പം ഞാൻ ഒരു പോളിനോമിയൽ എടുക്കാം. ഏത് പോളിനോമിയൽ എടുക്കുന്നത്? x² മൈനസ് 5x പ്ലസ് 6. ഇതെന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ, പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2 ആണ്. ഇവിടെ ഹയസ്റ്റ് പവർ ഏതാണ്? 2 ആണ് അല്ലേ. അപ്പോൾ അതിനാണ് എന്ത് ചെയ്യുന്നത്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് വിളിക്കുന്നത്. 3 ആണെങ്കിൽ ക്യൂബിക് ആവും അല്ലേ. അങ്ങനെ ലൈക്ക് എത്ര ഡിഗ്രി അങ്ങനെയാണ് ലൈക്ക് ഡിറ്റർമിൻ ചെയ്യുക. ഏറ്റവും ഹയസ്റ്റ് പവർ ഏതാണോ അതാണ് എന്ത് ചെയ്യുന്നത്, ഡിഗ്രി വരുന്നത്. സോ ഇവിടെ ക്വാഡ്രാറ്റിക് ആണ്, 2 ആണ് പവർ എന്ന് അറിയാം. ഇവിടെ കോൺസ്റ്റന്റ് ടേം ഏതാ? കോൺസ്റ്റന്റ് ടേം അത് എത്രയാണ്? 6 ആണ്. ഏറ്റവും ഹയസ്റ്റ് പവർ ഉള്ളതിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാ? ലീഡിങ് കോഎഫിഷ്യൻ്റ് എന്ന് വിളിക്കാം. ഏറ്റവും ഹയസ്റ്റ് പവർ ഉള്ളതിൻ്റെ കോഎഫിഷ്യൻ്റ് ലീഡിങ് കോഎഫിഷ്യൻ്റ് എന്ന് വിളിക്കാം. ഇവിടെ എന്താണ്? x² ആണ് ഏറ്റവും ഹയസ്റ്റ് കോഎഫിഷ്യൻ്റ് അല്ലേ. x² ആണ് ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി ഉള്ളത്. അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 1 അല്ലേ, 1. സോ എന്താ ചെയ്യാം, 1 ആണ്. ഈ ഇൻറ്റിജർ റൂട്ട് തിയറി യൂസ് ചെയ്യുന്നത് എന്തിനാ? റൂട്ട് കാണാനാണ്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു വലിയ ചെറിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി കാണാൻ പറ്റും. വലിയ ഇക്വേഷൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് തരും, അതിൽ ഏതെങ്കിലും ആയിരിക്കും റൂട്ട് എന്നുള്ളത്. റൂട്ട് ഉണ്ടെങ്കിൽ ഇൻ കേസ് പ്രൊവൈഡഡ് ദാറ്റ് റൂട്ട് ഉണ്ടാവണം. അങ്ങനെ റൂട്ട് ഉണ്ടെങ്കിൽ അതിൽ കിട്ടുന്നതൊക്കെ റൂട്ട് ആണ് എന്നല്ല അർത്ഥം. ലൈക്ക് അതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും റൂട്ട്. നമുക്ക് എക്സാമ്പിൾ എടുക്കാം. അതായത് ഇപ്പോൾ x² മൈനസ് 5x പ്ലസ് 6 എടുക്കാം. എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോൺസ്റ്റന്റ് ടേം 6 ആണ് തന്നിട്ടുണ്ട്. അതായത് ഡിവൈസർ ഓഫ് പ്ലസ് ഓർ മൈനസ് ഡിവൈസർ ഓഫ് കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ പ്ലസ് ഓർ മൈനസ് ഡിവൈസർ ഓഫ് ലീഡിങ് കോഎഫിഷ്യന്റ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇവിടെ പോളിനോമിയൽ എടുത്തുള്ളത് എങ്ങനെ എടുത്തുള്ളത്? a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് anxn ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? പ്ലസ് ഓർ മൈനസ് ഡിവൈസർ ഓഫ് a0 അല്ലേ. a0 ആണ് അവിടെ കോൺസ്റ്റന്റ് ഉണ്ടായിരുന്നത്. ഡിവൈഡ് ബൈ പ്ലസ് ഓർ മൈനസ് ഡിവൈസർ ഓഫ് എന്ത് പറയാൻ പറ്റും? an എന്നും പറയാൻ പറ്റും. ഇങ്ങനെ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? റൂട്ട് എന്ന് പറയുന്നത് കേട്ടോ, റൂട്ടാണ്. മേ ബി ഞാൻ ആൽഫ എന്നാണ് റൂട്ടിനെ നെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ആൽഫയുടെ വാല്യൂസ് ആണ് ഇത് വരാം. 3 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. അതായത് ഇവിടെ എന്താണ് കോൺസ്റ്റന്റ് ടേം ഏതാണ്? തന്നിട്ടുള്ള പോളിനോമിയൽ എടുക്ക്. കോൺസ്റ്റന്റ് ടേം ഏതാണ്? 6 ആണ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 6ന്റെ ഡിവൈസേഴ്സ് ഡിവൈഡഡ് ബൈ പ്ലസ് ഓർ മൈനസ് എന്താണ് കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. 1ന്റെ ഡിവൈസേഴ്സ്. ഇവിടെ നോക്കേണ്ടത് പ്ലസ് ഓർ മൈനസ് 6ന്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാ? പ്ലസ് ഓർ മൈനസ് 6ന്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? പ്ലസ് ഓർ മൈനസ് 1 ആണ്, പ്ലസ് ഓർ മൈനസ് 2 ആണ്, പ്ലസ് ഓർ മൈനസ് 3 ആണ്, പ്ലസ് ഓർ മൈനസ് 6 ആണ്. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്, ഡിവൈസർ എന്നുള്ള ഉദ്ദേശമാണ്. പ്ലസ് ഓർ മൈനസ് 1ന്റെ ഡിവൈസേഴ്സ് ഏതാ? അത് പ്ലസ് ഓർ മൈനസ് 1 ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ട് എഴുതേണ്ടത്. അതായത് പ്ലസ് ഓർ മൈനസ് 1 ഡിവൈഡ് ബൈ പ്ലസ് ഓർ മൈനസ് 1 അല്ലേ. ഒന്നാമത്തെ കോമ്പിനേഷൻ ഏതാണ്? അതന്നെയാണ് വരിക. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 1 ഇതൊരു പോസിബിലിറ്റിയാണ്, റൂട്ട് ആവാനുള്ള ഒരു പോസിബിലിറ്റിയാണ് അത്. രണ്ടാമത്തെ കേസ് എടുക്കുന്നത് എങ്ങനെയാണ്? ആൽഫ ക്യാൻ ബി എന്താണ്? പ്ലസ് ഓർ മൈനസ് 2 ഡിവൈഡ് ബൈ പ്ലസ് ഓർ മൈനസ് 1 ഞാൻ എഴുതുന്നില്ല. അടുത്ത പോസിബിലിറ്റി എന്താണ്? പ്ലസ് ഓർ മൈനസ് 3 ഡിവൈഡ് ബൈ പ്ലസ് ഓർ മൈനസ് 1. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 3 എഴുതാം. അടുത്ത എന്താണ്? പ്ലസ് ഓർ മൈനസ് 6 വരാം.
അപ്പോൾ 1 2 3 4 4 8 ഏതെങ്കിലും പ്ലസ് മൈനസ് ഉണ്ടായതുകൊണ്ട് എന്തുണ്ട് 8 പോസിബിലിറ്റീസ് ഉണ്ട്. 8 പോസിബിലിറ്റീസിൽ ഏതെങ്കിലും ഒരെണ്ണം റൂട്ട് ആയേക്കാം. റൂട്ട് ഉണ്ടെങ്കിൽ പ്രൊവൈഡഡ് ദാറ്റ് റാഷണൽ റൂട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ ഒരു റൂട്ട് എന്തായി കഴിഞ്ഞാലും ഇതിന്നേ വരുള്ളൂ. ഈ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ ഈ സെറ്റ് ഓഫ് പൂളിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ റൂട്ട് വരുള്ളൂ. ഇതാണ് ഇൻഡിജർ റൂട്ട് തിയറം വെച്ചിട്ടുള്ള ഉപയോഗം. ഇനി ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് റാഷണൽ റൂട്ട് തിയറം പറയുന്നത്. റാഷണൽ റൂട്ട് തിയറം ഇൻഡിജർ റൂട്ട് തിയറത്തിൽ കംപ്ലീറ്റ് എന്തായിരുന്നു ഇൻഡിജേഴ്സ് ആയിരുന്നു അല്ലേ കിട്ടുന്നത്. നമ്മൾ +or-2 +or-1 +or-3 +or-6 എന്ന് കണ്ട്. റാഷണൽ റൂട്ട് തിയറത്തിൽ അത് എന്താണ് അത് റാഷണൽ നമ്പർ ആവണം. അതാണ് അത്രേ ഉള്ളൂ. സോ ലൈക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പോൾ ഞാനൊരു പോളിനോമിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ x² 2x² - 5x + 6 എന്ന് പറയുന്നത് ആണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് കോൺസ്റ്റന്റ് ടേം എന്താണ് 6 ആണ് അല്ലേ. ലീഡിങ് കോഎഫിഷ്യന്റ് എന്താണ് 2 ആണ്. ഇവിടെ എന്താണ് ഹയസ്റ്റ് പവർ x² ആണ്. x² കോഎഫിഷ്യന്റ് എന്താണ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് പോസിബിലിറ്റീസ് റൂട്ടിനുള്ള ഇതിൻ്റെ ഡിവൈസേഴ്സ് അല്ലേ. ഡിവൈസേഴ്സ് എങ്ങനെയാണ് +or-1 ആവാം. 6ൻ്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാവാം +or-1 ആവാം, +or-2 ആവാം, +or-3 ആവാം, +or-6 ആവാം. രണ്ടാമത്തെ കേസിൽ 2ൻ്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ് +or-1 ആവാം, +or-2 ആവാം. അങ്ങനെയാണെങ്കിൽ പോസിബിലിറ്റീസ് ഓഫ് റൂട്ട് എന്തൊക്കെയാണ് വരിക +or-1 ഡിവൈഡ് ബൈ +or-1 വിച്ച് ഈസ് +or-1. അടുത്തെന്താ +or-1 ഡിവൈഡ് ബൈ +or-2 അല്ലേ. അതെന്താ ആൻസർ വരുന്നത് +or-1/2. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇൻഡിജർ മാത്രമല്ല ആൻസർ കിട്ടുന്നത് അല്ലേ ഫ്രാക്ഷൻസും വരുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡിജർ റൂട്ട് തിയറത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് എന്ത് ചെയ്യുന്നത് റാഷണൽ റൂട്ട് തിയറം എന്ന് പറയുന്നത്. ഇനി അടുത്ത പോസിബിലിറ്റീസ് ഏതൊക്കെയാണ് നിങ്ങൾ ഓരോന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് 2 എഴുതിയിട്ടുണ്ട് ഞാൻ +or-1 +or-1/2. അപ്പോൾ 1 വെച്ചിട്ടുള്ള കോമ്പിനേഷൻസ് കഴിഞ്ഞില്ലേ ഇത് കഴിഞ്ഞു. ഇനി അടുത്ത് എന്ത് ചെയ്യുക 2 വെച്ചിട്ട് ഇങ്ങനെ കോമ്പിനേഷൻ ചെയ്ത് നോക്കുക. അപ്പോൾ +or-2 ഡിവൈഡ് ബൈ 1 ആണ്, അത് എഴുതുന്നില്ല. രണ്ടാമത്തെ എന്താണ് +or-2 ഡിവൈഡ് ബൈ +or-2 ആണ്, അത് +or-1 ആണ്, അത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് എഴുതുന്നില്ല. അടുത്ത പോസിബിലിറ്റി എന്താ +or-3 ഡിവൈഡ് ബൈ +or-1 ആണ്, അതെന്താണ് ആൻസർ വരിക +or-3 ആണ്. അടുത്ത എന്താണ് +or-3 ഡിവൈഡ് ബൈ +or-2 ആണ്, അപ്പോൾ എന്താണ് +or-3/2 ആണ് വരിക. അടുത്ത പോസിബിലിറ്റി എന്താ +or-6 ഡിവൈഡ് ബൈ +or-1 ആണ്, +or-6 ആണ്. അടുത്ത എന്താണ് +or-6 ഡിവൈഡ് ബൈ +or-2 എന്താണ് 6/2 ലൈക്ക് വിച്ച് ഈസ് +or-3 ആണ്, അത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സോ ഞാൻ വീണ്ടും എഴുതുന്നില്ല. സോ ഇത്രയും പോസിബിലിറ്റീസ് ഓഫ് റൂട്ട്സ് ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഇൻഡിജർ റൂട്ട് തിയറം അല്ലെങ്കിൽ റാഷണൽ റൂട്ട് തിയറം വെച്ചിട്ടുള്ള ഉപയോഗം. എന്താണ് നമുക്ക് സെറ്റ് ഓഫ് വാല്യൂസ് കിട്ടും, അതിൽ നിന്നിട്ട് റൂട്ട് കണ്ടാൽ മതി. ഇപ്പോൾ വലിയ വാല്യൂസ് ആണ്, ഇപ്പോൾ വലിയ എന്താ പറയുക വലിയ പോളിനോമിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാഡ്രാറ്റിക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും, ക്യൂബിക് ആണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനപ്പുറത്തേക്കൊക്കെ തന്നു കഴിഞ്ഞാൽ അത്രയും വലിയ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഒരു സെറ്റ് ഓഫ് വാല്യൂസിലോട്ട് നമുക്ക് ചുരുക്കാൻ പറ്റും. നമ്മുടെ റൂട്ടിന് വേണ്ടിയുള്ള സെർച്ച് ഒരു സെറ്റ് ഓഫ് വാല്യൂസിലോട്ട് നമുക്ക് ചുരുക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ അഡ്വാൻറ്റേജ്. പ്രൊവൈഡഡ് ദാറ്റ് എന്താണ് പോളിനോമിയൽ ഇല്ലേ തന്നിട്ടുള്ള പോളിനോമിയൽ അതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ എന്തായിരിക്കണം റാഷണൽ ആയിരിക്കണം. ഓക്കെ ആണല്ലോ, റാഷണൽ ആയിരിക്കണം. ഇത് റൂട്ട് ഉണ്ട് എന്നുള്ളതിന് തെളിവല്ല, ലൈക്ക് അതിനുള്ളതല്ല. റൂട്ട് ഉണ്ടെങ്കിൽ ലൈക്ക് എന്താണ് ഇതിന്ന് ഏതെങ്കിലും ആയിരിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ അതന്നെയാണ് ഇവിടെ തിയറി ആയിട്ട് എഴുതിയിട്ടുള്ളത്. എന്താണ് f(x) = b0 + b1x + b2x² + bnxn ആണ് എന്നുണ്ടെങ്കിൽ f(α) = 0, അതാണ് എന്ത് ചെയ്യുന്നത് റൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണ് α എന്താണ് q ആണ്. ദെൻ α ± ഡിവൈസർ ഓഫ് b0 ഡിവൈഡ് ബൈ ± ഡിവൈസർ ഓഫ് bn. ഇത് ഞാൻ നേരത്തെ a0 + a1x എന്നുള്ള എക്സാമ്പിൾ എഴുതി കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഇവിടെ ഒരു കോഎഫിഷ്യൻ്റെ പേര് മാറ്റിയെന്നേ ഉള്ളൂ. സോ അതാണ് RRT, അതിൻ്റെയാണ് IRTയുടെ നേരെ എക്സ്റ്റൻഷൻ ആണ് എന്ത് ചെയ്യുന്നത് RRT എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് റൂട്ട് കാണേണ്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ വലിയ ലൈക്ക് ക്വാഡ്രാറ്റിക്കിൻ്റെ അപ്പുറത്തേക്കൊക്കെ വരികയാണ് അല്ലെങ്കിൽ ക്യൂബിക്കിൻ്റെ അപ്പുറത്തേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു തിയറം നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് പോവാണ്. ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഇപ്പം ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് എന്താണ് ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ ആണ്. ഓക്കെ ആണല്ലോ, അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. x² + 4x + 4 ഡിവൈഡഡ് ബൈ x എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ നോർമൽ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അറിയുന്നുണ്ടാവും, ഈ മെത്തേഡ് അറിയുന്നുണ്ടാവും, 4 ഡിവൈഡഡ് ബൈ x എന്ന് പറയുന്ന മെത്തേഡ് അറിയുന്നുണ്ടാവും. ഇത് നിങ്ങൾക്ക് അറിയുന്ന ലൈക്ക് പോളിനോമിയൽ ഡിവിഷൻ ചെയ്യുന്ന മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അവിടെ. ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ട വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ആവശ്യമില്ല, കാരണം x² + 4x + 4 ഡിവൈഡഡ് ബൈ x ആണ്. ഇവിടെ തന്നിട്ടുള്ള എന്താണ് x² + 4x + 4 ആണ്. ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ, ഇവിടെ ഒരു x കോമൺ ആക്കി എടുക്കും. അപ്പോൾ x + 4 എന്ന് എഴുതി കൂടെ +4 എന്ന് എഴുതാം. ഇതെന്താണ്
എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4 എന്ന് എഴുതാൻ പറ്റും. അതായത് എന്താണ് ഇവിടെ ഏതാണ് ഡിവൈസർ? ഇവിടെ എക്സ് അല്ല ഡിവൈസർ. ശ്രദ്ധിക്കണേ, ഇവിടെ എക്സ് ആണ് ഡിവൈസർ, ഇതാണ് ഡിവിഡൻറ്റ്. ഓക്കെ ആണല്ലോ, ഡിവിഡൻറ്റ്. അപ്പോൾ എന്താണ് ഇവിടെ ഡിവിഡൻറ്റ് ഉണ്ട്, ഇവിടെ ഡിവിഡൻറ്റ് ഉണ്ട്, ഡിവിഡൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇവിടെ എന്തുണ്ട്? ഡിവൈസർ ഉണ്ട് അല്ലേ, ഡിവൈസർ ഉണ്ട്. ഡിവൈസർ ഇൻറ്റു എന്താണ് എക്സ് പ്ലസ് 4 ആയിരിക്കും നമ്മുടെ കോഷ്യൻ്റ്. പ്ലസ് 4 എന്താണ് ഇവിടെ? റിമൈൻഡർ ആണ്. ഓക്കെ ആണല്ലോ, റിമൈൻഡർ ആണ്. ഇത് ക്വസ്റ്റ്യൻ ലൈക്ക് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ജസ്റ്റ് ഒന്ന് എന്താണ് നിങ്ങൾക്ക് ലോങ് ഡിവിഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ലോങ് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോഷ്യൻ്റ് ആയിട്ട് എക്സ് പ്ലസ് 4 കിട്ടുകയും റിമൈൻഡർ 4 കിട്ടുകയും ചെയ്യും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആർ സീറോസ് ഓഫ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x ക്യൂബ് മൈനസ് 5x സ്ക്വയർ പ്ലസ് ax പ്ലസ് b ദെൻ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 2ഉം എക്സ് ഇസ് ഈക്വൽ ടു 0യും സീറോസ് ഓഫ് ദ പോളിനോമിയൽ, ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, അതിൻ്റെ സീറോസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? അതായത് എക്സ് ഇസ് ഈക്വൽ ടു 2ഉം 0യും തന്നിട്ടുള്ള പോളിനോമിയലിൻ്റെ 0 ആണെങ്കിൽ എഫ് ഓഫ് 2 വിൽ ബി ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് 0 വിൽ ബി ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണോ? അതാണ് സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് തന്നിട്ടുള്ള രണ്ട് വാല്യൂസ് സീറോസ് ഓഫ് ദ പോളിനോമിയൽ ആണ്, അല്ലെങ്കിൽ ഒരു വാല്യൂ സീറോ ഓഫ് ദ പോളിനോമിയൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷനിലെ അല്ലെങ്കിൽ ആ പോളിനോമിയലിലെ എക്സിന് പകരം ആ വാല്യൂ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഫംഗ്ഷന്റെ ടോട്ടൽ വാല്യൂ അല്ലെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക. അതായത് എഫ് ഓഫ് 2 ഈക്വൽ ടു 0യും അതേപോലെ തന്നെ എഫ് ഓഫ് 0 ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 2x ക്യൂബ് മൈനസ് 5x സ്ക്വയർ പ്ലസ് ax പ്ലസ് b. ഇതിൽ ഞാൻ എന്ത് ചെയ്യും? സീറോസ് ഓഫ് ദ പോളിനോമിയൽ ആയിട്ടുള്ള 2ഉം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് 0 കിട്ടും. ഓക്കെ ആണോ? 2ഉം 0 കൊടുക്കുന്ന സമയത്ത് 0 കിട്ടും. അപ്പോൾ ഞാനിവിടെ എക്സിന് പകരം 2 കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു 2 ക്യൂബ് 8 ആണ്. 8 ഇൻറ്റു 2 എത്രയാണ്? എഫ് ഓഫ് 2 എന്താ വരിക? എഫ് ഓഫ് 2 ഇൻറ്റു 2 ക്യൂബ് അല്ലേ വരിക? 2 ഇൻറ്റു 2 ക്യൂബ് എത്രയാണ്? 8 ഇൻറ്റു 2 ആണ്, 16 ആണ്. മൈനസ് 5 ഇൻറ്റു 2 സ്ക്വയർ എത്രയാണ്? 5 ഇൻറ്റു 4 20 ആണ്. പ്ലസ് 2a പ്ലസ് b വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? 2a പ്ലസ് b വിൽ ബി ഈക്വൽ ടു 16 മൈനസ് 20 എന്താണ്? -4 ആണ്. -4 RHSലോട്ട് പോകുന്ന സമയത്ത് +4 ആയിരിക്കും. എഫ് ഓഫ് 0 എന്താണ്? എഫ് ഓഫ് 0 കൊടുക്കുന്ന സമയത്ത് ഈ ടേം 0 ആയി പോകും, ഈ ടേം 0 ആയി പോകും, ഈ ടേം 0 ആയി പോകും, വിച്ച് മീൻസ് b ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് ഇവിടെ b ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ 2a പ്ലസ് b ഈക്വൽ ടു 4 ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ b ഈക്വൽ ടു 0 ആണ് കിട്ടി. ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ ഒന്നാമത്തെ ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് പറയാൻ പറ്റും? 2a പ്ലസ് 0 വിൽ ബി ഈക്വൽ ടു 4 ആൻഡ് a ഈക്വൽ ടു 2. നമുക്ക് എന്താണ് കാണേണ്ടത്? എയും ബിയും ആണ് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ a ഈക്വൽ ടു 2 ആൻഡ് b ഈക്വൽ ടു 0. അപ്പോൾ സീറോസ് ഓഫ് ദ പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ആ തന്നിട്ടുള്ള വാല്യൂ ആ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുക. പോളിനോമിയൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ പോളിനോമിയൽ 0 ആകും. അതാണ് അതിൻ്റെ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള മീനിങ്. അപ്പോൾ എന്താണ് ഇവിടെ എഫും 2ഉം 0ഉം തന്നിട്ടുണ്ട്, സീറോസ് ഓഫ് ദ പോളിനോമിയലാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 2ഉം എഫ് ഓഫ് 0യും കാണുക. ഓക്കെ ആണോ? സോ അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ മൈനസ് 2x പ്ലസ് 6 ഈസ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1. ഇത് പ്രോപ്പറായിട്ട് ഡിവിഷൻ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എങ്ങനെ ചെയ്യാം? എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ മൈനസ് 2x പ്ലസ് 6 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ചെയ്യാം. അങ്ങനെ ആവുന്ന സമയത്ത് എന്താണ്? എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ, നിങ്ങൾ എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുക? ലോങ് ഡിവിഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഈ ടേമുമായിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ വിച്ച് വിൽ ബി ഈക്വൽ ടു എക്സ് ആണ്. എക്സ് എന്നിട്ട് തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ്, എക്സ് ഇൻറ്റു -1 മൈനസ് എക്സ്. മൈനസ് എക്സ് എവിടെ എഴുതണ്ടേ? ഇവിടെ എക്സ് സ്ക്വയറിന് താഴെയല്ലേ? നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ ഒരു ടേം ഇല്ല. അപ്പോൾ ഞാനിവിടെ 0 എഴുതാം, ഇവിടെ 0 എഴുതാം, മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. എന്നിട്ട് മൈനസ് ചെയ്യുന്ന സമയത്ത് എന്താ? എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് 0 ആണ്. 3x സ്ക്വയർ മൈനസ് 0 3x സ്ക്വയർ, മൈനസ് 2x മൈനസ് എക്സ് ആണ്, -2x പ്ലസ് എക്സ് ആണ്. -2x പ്ലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എക്സ് ആണ്. പ്ലസ് 6 ഞാൻ താഴത്തോട്ട് എഴുതിയിട്ടുണ്ട്. 3x സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ചെയ്യാം. വീണ്ടും 3x സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ എന്താണ് ആൻസർ വരിക? +3 വരും. 3 ഇൻറ്റു 3x സ്ക്വയർ 3x സ്ക്വയർ. -3 ആണ് ആൻസർ വരിക. എക്സിൻ്റെ ടേം ഇല്ല, അപ്പോൾ ഞാൻ ഒരു 0 ആഡ് ചെയ്ത് കൊടുത്തു. +3 ഇൻറ്റു -1 എന്താണ്? സോറി, -3 എന്ന് വരും. -3 എന്ന് വരും. സോ എന്താണ് ആൻസർ വരിക? 3x സ്ക്വയറും 3x സ്ക്വയറും ക്യാൻസൽ ചെയ്തു. -x പ്ലസ് 6 -3 ആ വരിക. +6 +3 ആവും. +6 +3 എത്രയാണ്? +9 ആണ്. -x + 9 അല്ലെങ്കിൽ 9 - x ആണ് എന്ത് ചെയ്യുന്നത്?
റിമൈൻഡർ വരുന്നത് എത്രയാണ്? 9 - x ആണ് റിമൈൻഡർ വരുന്നത്. സോ എന്താണ് റിമൈൻഡർ ആണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്, വിച്ച് വിൽ ബി ഈക്വൽ ടു 9 - x എന്നുള്ളത്. ഓക്കെ ആണോ? ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഭൂരിഭാഗം ആളുകൾക്കും അറിയുന്നുണ്ടാവും ഇത് ചെയ്യാൻ. സ്റ്റിൽ ലൈക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വിട്ടിട്ടുള്ളത്. ഈ ഒരു ഐഡിയ ജസ്റ്റ് നിങ്ങൾ പോളിനോമിയൽ ഡിവിഷൻ ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ ആണോ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. What must be subtracted from x cube minus 6x² minus 15x plus 80 so that the result exactly divisible by x² plus x minus 12 എന്നാണ്. നമ്മളിവിടെ ഡിവിഡൻഡ് തന്നിട്ടുണ്ട് അല്ലേ? ഞാൻ നേരത്തെ ഇക്വേഷൻ എഴുതിയത് ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്നത്. സോ എക്സ് ക്യൂബ് മൈനസ് 6x² മൈനസ് 15x പ്ലസ് 80 എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? x² പ്ലസ് x മൈനസ് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് x² x² പ്ലസ് എക്സ് മൈനസ് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദ റിസൾട്ട് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ. വാട്ട് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് എന്നാണ് ചോദിച്ചത്. ഇതെന്താണ്? ഇവിടെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇതാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഡിവിഡൻ്റ് ആണ്, ഇത് ഡിവൈസർ ആണ്. x² പ്ലസ് എക്സ് മൈനസ് 12 എന്ന് പറയുന്ന ഡിവൈസർ ആണ്. നിങ്ങൾക്ക് ക്യൂ ഓഫ് എക്സ് ഒരു ആൻസർ കിട്ടില്ല. ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് എന്ന് എഴുതി കൂടെ. ആർ ഓഫ് എക്സ് എന്താണ്? റിമൈൻഡർ ആണ്. ക്യൂ ഓഫ് എക്സ് എന്താണ്? കോഷ്യൻ്റ് ആണ്. അപ്പോൾ എന്താണ് തന്നിട്ടുള്ള ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് എഴുതിയിട്ടുള്ളത്. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇതെന്താണ്? ഡിവിഡൻഡ്. ഇത് കോഷ്യൻ്റ് ആണ്. ഇത് ഡിവൈസർ ആണ്. ഇതെന്താണ്? റിമൈൻഡർ ആണ്. ഇത്രയാണ് എഴുതിയിട്ടുള്ളത്. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ എന്താണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? എപ്പോഴാണ് ഇത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഈ തന്നിട്ടുള്ള പോളിനോമിയൽ ഈ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴാണ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുക? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവാതിരിക്കാനുള്ള റീസൺ എന്താ? അവിടെ റിമൈൻഡർ ഉണ്ടാവും. റിമൈൻഡർ 0 ആണെങ്കിൽ എന്താണ്? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. ഓക്കെ ആണോ? റിമൈൻഡർ 0 ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുമല്ലോ. അതായത് തന്നിട്ടുള്ള പോളിനോമിയൽ x³ മൈനസ് 6x² മൈനസ് 15x പ്ലസ് 80 ഉണ്ട്. അത് എപ്പോഴാണ് x² പ്ലസ് എക്സ് മൈനസ് 12 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുക? റിമൈൻഡർ 0 ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. ഇപ്പം 21 ഡിവൈഡ് ബൈ 5 എപ്പോഴാണ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ? ഇല്ല. റിമൈൻഡർ 1 വരുന്നുണ്ട് അല്ലേ? 20/5 അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. കാരണം എന്താണ്? റിമൈൻഡർ 0 ആണ് അല്ലേ? 20/5 ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്തു നോക്കുക. എന്താണ്? റിമൈൻഡർ 0 ആണ്. അപ്പോൾ എപ്പോഴാണോ റിമൈൻഡർ 0 ആവുന്നത് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് എന്ന് പറയാം. അപ്പോൾ നമുക്കിത് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത് നോക്കാം. x³ മൈനസ് 6x² മൈനസ് 15x പ്ലസ് 80 ഡിവൈഡഡ് ബൈ x² പ്ലസ് എക്സ് മൈനസ് 12 ചെയ്ത് നോക്കാം. x² പ്ലസ് എക്സ് മൈനസ് 12 x² പ്ലസ് എക്സ് മൈനസ് 12 ചെയ്ത് നോക്കാം. എന്താ വരുന്നത്? x³ ഡിവൈഡ് ബൈ x² എന്താണ്? x ആണ്. സോ തിരിച്ച് മൾട്ടിപ്ലൈ x³ പ്ലസ് x² വരും. മൈനസ് 12x അല്ലേ? മൈനസ് 12x. സോ എന്താണ് വരിക? മൈനസ് 7x² മൈനസ് 6x² മൈനസ് x² ആണ് വരിക. മൈനസ് 7x² മൈനസ് 15x പ്ലസ് മൈനസ് 12x. അതെന്താണ്? മൈനസ് 15x പ്ലസ് 12x ആണ്. സോ മൈനസ് 3x വരും. പ്ലസ് 80 ആണ് ആൻസർ വരിക. വീണ്ടും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താണ് വരിക? മൈനസ് 7x² ഡിവൈഡ് ബൈ x² എത്രയാണ്? എക്സ് മൈനസ് 7 ആണ്. മൈനസ് 7x² തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് 7x പ്ലസ് എത്രയാണ് വരിക? 84. മൈനസ് 7 ഇൻറ്റു മൈനസ് 12 എന്താണ്? പ്ലസ് 84 ആണ്. സോ എന്താണ് ആൻസർ വരിക? അവിടെ 0 വരും. മൈനസ് 3x മൈനസ് 7x ആണ്. അപ്പോൾ 7x മൈനസ് 3x വിച്ച് വിൽ ബി ഈക്വൽ ടു 4x. 80 മൈനസ് 84 എന്താണ്? മൈനസ് 4. സോ എന്താണ്? ഇവിടെ നമുക്ക് റിമൈൻഡർ കിട്ടിയിട്ടുണ്ട് 4 ഇൻറ്റു എക്സ് മൈനസ് 1 എന്നുള്ളത് അല്ലേ? 4 ഇൻറ്റു എക്സ് മൈനസ് 1 എന്നുള്ള റിമൈൻഡർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് റിമൈൻഡർ 4 ഇൻറ്റു എക്സ് മൈനസ് 1. സോ എപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുന്നത്? എന്താണ് മൈനസ് ചെയ്യേണ്ടത്? ഈ സാധനം മൈനസ് ചെയ്താൽ മതി. 4 ഇൻറ്റു എക്സ് മൈനസ് 1 അല്ലെങ്കിൽ 4x മൈനസ് 4 ലൈക്ക് ഈ തന്നിട്ടുള്ള പോളിനോമിയലിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഏതാണ് തന്നിട്ടുള്ള പോളിനോമിയൽ? x³ ഞാൻ ഇവിടെ എഴുതാം. x³ മൈനസ് 6x² മൈനസ് 15x മൈനസ് 6x² മൈനസ് 15x പ്ലസ് 80 നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? x² പ്ലസ് എക്സ് മൈനസ് 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. x² പ്ലസ് എക്സ് മൈനസ് 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്താണ് റിമൈൻഡർ കിട്ടിയിട്ടുള്ളത്? 4x മൈനസ് 4 ആണ് റിമൈൻഡർ കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണോ? 4x മൈനസ് 4 ആണ് റിമൈൻഡർ കിട്ടി. ഈ ഒരു 4x മൈനസ് 4 ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ലാത്തത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം. ഇപ്പോൾ 21 ഡിവൈഡ് ബൈ 5 ഓക്കെ ആണോ? 21 ഡിവൈഡ് ബൈ 5 ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ എന്താണ്? റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. ഈ 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവില്ലേ അല്ലേ? 21 നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് അല്ലേ? അപ്പോൾ എന്താണ്? ഇവിടെ റിമൈൻഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിമൈൻഡർ എന്ത് ചെയ്താൽ മതി? ഈ പോളിനോമിയലിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവില്ലേ? അതാണ് ഞാൻ ചെയ്യേണ്ടത്. x³ മൈനസ് 6x² മൈനസ് 15x
പ്ലസ് 80 മൈനസ് എന്ത് ചെയ്യണം നിങ്ങൾ 4x മൈനസ് 4 ചെയ്താൽ മതി. അല്ലെങ്കിൽ 4x മൈനസ് 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ആൻസർ വരിക. 4x മൈനസ് 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് നമ്പേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 21/5 എന്ന് പറയുമ്പോൾ ഓക്കെ 1 റിമൈൻഡർ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് ഡിവിസിബിൾ ആക്കുക? ഞാൻ 1 മൈനസ് ചെയ്താൽ മതി. അതെന്താ 1 എന്ന് പറയുന്നത് റിമൈൻഡർ ആണ്. അപ്പോൾ ഞാൻ റിമൈൻഡർ മൈനസ് ചെയ്യാൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ മൈനസ് ചെയ്യേണ്ടത്? റിമൈൻഡർ ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യും. തന്നിട്ടുള്ള പോളിനോമിയൽസ് ഉണ്ട്, ഞാൻ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എനിക്ക് റിമൈൻഡർ കിട്ടും. ആ റിമൈൻഡർ മൈനസ് ചെയ്താൽ എന്താണ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവും. ഓക്കെ ആണോ? സോ അടുത്തൊരു ക്വസ്റ്റ്യനോട്ട് പോവാം. അത് പ്രീ ആർമോ ക്വസ്റ്റ്യൻ ആണ്, അതായത് IOQM ക്വസ്റ്റ്യൻ ആണ്. ഇഫ് A equal to B minus C, B is equal to C minus D, C is equal to D minus A and A B C D not equal to 0, then what is the value of A by B plus B by C plus C by D plus D by A എന്നുള്ളതാണ്. അതായത് A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്, D തന്നിട്ടുണ്ട് അല്ലേ, C തന്നിട്ടുണ്ട്. ഇതൊരു സൈക്ലിസിറ്റി ഉണ്ട് അല്ലേ, ഒരു സൈക്ലിക് ഒക്കെ ആയിട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. സോ ലൈക്ക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ A equal to B minus C ആണല്ലോ. ഇവിടെ B is equal to C minus D ഞാൻ എടുത്തെഴുതാം. B is equal to C minus D ഉണ്ട് ആൻഡ് C is equal to D minus A ഉണ്ട്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ B എന്ത് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഇവിടെ കേട്ടോ. അപ്പോൾ എന്താ വരിക, A ഈക്വൽ ടു ബിക്ക് പകരം C മൈനസ് D കൊടുക്കും, മൈനസ് C കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, C മൈനസ് D മൈനസ് C വിച്ച് ഈസ് A ഈക്വൽ ടു മൈനസ് D എന്ന് പറയും. എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാം ഒരു വേരിയബിളിലോട്ട് ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇക്വേഷൻസ് ഉണ്ട് A B C D, അത് തമ്മിലുള്ള കണക്ഷൻ ഒറ്റ വേരിയബിളിലോട്ട് ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ എയും ബിയും സിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, ബിയും സിയും ഡിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, സിയും ഡിയും എയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഒരു സൈക്ലിക് ആയുള്ള കണക്ഷൻ ഉണ്ട്, പക്ഷെ ഒറ്റ വേരിയബിളിലോട്ട് ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് എനിക്ക്, A ഈക്വൽ ടു മൈനസ് D എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ B ഈക്വൽ ടു C മൈനസ് D ആണ്. ഞാൻ സിക്ക് പകരം എന്താണ് D മൈനസ് A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. ഇവിടെ സിക്ക് പകരം ഞാൻ D മൈനസ് A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. B ഈസ് ഈക്വൽ ടു D മൈനസ് A മൈനസ് D ആണ്. ഓക്കെ ആണോ? അതിനാൽ D മൈനസ് D ക്യാൻസൽ ആവില്ലേ. B ഈസ് ഈക്വൽ ടു മൈനസ് A എന്ന് എഴുതാൻ പറ്റും. B ഈസ് ഈക്വൽ ടു മൈനസ് A എന്ന് എഴുതാൻ പറ്റും. B ഈസ് ഈക്വൽ ടു മൈനസ് A. അപ്പോൾ രണ്ടാമത്തെ ഒരു വാല്യൂ കൂടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് റേസ് ചെയ്യാം. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ C ഈസ് ഈക്വൽ ടു D മൈനസ് A അല്ലേ. അപ്പം ഓക്കെ, C ഈസ് ഈക്വൽ ടു D മൈനസ് A ആണ്. അതിൽ ഡിയുടെ വാല്യൂ എന്താണ്? D അറിയാൻ പറ്റുന്നത് എന്താ, A എന്ന് പറയുന്നത് മൈനസ് D ആണെന്ന് കണ്ടെത്തിയണല്ലോ. അങ്ങനെ D എന്താണ്, മൈനസ് A ആണ് അല്ലേ. C ഈസ് ഈക്വൽ ടു ഡിക്ക് പകരം മൈനസ് A കൊടുത്തൂടെ, ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ മൈനസ് A മൈനസ് A, C ഈസ് ഈക്വൽ ടു മൈനസ് 2A ആണ്. അപ്പോൾ നോക്കുക അല്ലേ, A ഉണ്ട്, ബിക്ക് പകരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബിക്ക് പകരം എന്താണ് മൈനസ് A എന്ന് എഴുതാം അല്ലേ. സിക്ക് പകരം എന്താണ് മൈനസ് 2A എഴുതാം ആൻഡ് ഡിക്ക് പകരം എന്ത് എഴുതാൻ പറ്റും, മൈനസ് A എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാം ഒരു വേരിയബിളിലോട്ട് മാറിയില്ലേ. A B C Dക്ക് പകരം എല്ലാതും എയിലുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് മാറി. ഇനി എന്താ തന്നിട്ടുള്ളത്, A ബൈ B പ്ലസ് B ബൈ C പ്ലസ് C ബൈ D പ്ലസ് D ബൈ A എന്താണെന്ന് ചോദിച്ചുള്ളത്. അപ്പോൾ തമ്മിലുള്ള റിലേഷൻസ് നമുക്കറിയാവുന്നത് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൈനസ് A ആണ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 2A ആണ്. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് A ആണ്. അതിൽ തമ്മിലുള്ള റിലേഷൻസ് നമുക്ക് ഓൾറെഡി അറിയാം. സോ ഇത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്ക് പകരം A തന്നെ വെക്കുക, ബിക്ക് പകരം എന്ത് ചെയ്യാം, മൈനസ് A കൊടുക്കുക, പ്ലസ് ബിക്ക് പകരം എന്ത് ചെയ്യുക, മൈനസ് A കൊടുക്കുക, സിക്ക് പകരം മൈനസ് 2A പ്ലസ് സിക്ക് പകരം മൈനസ് 2A, ഡിക്ക് പകരം എന്ത് കൊടുക്കാൻ പറ്റും, മൈനസ് A പ്ലസ് D ബൈ A ആണ്. സോ ഡിക്ക് പകരം കൊടുക്കാം മൈനസ് A ഡിവൈഡ് ബൈ എക്ക് പകരം A എന്നല്ലേ. സോ അത് ചെയ്യുന്ന സമയത്ത് -1 പ്ലസ് എയും ക്യാൻസൽ ചെയ്യും, -1 രണ്ട് മൈനസ് ഉണ്ട് അല്ലേ. അപ്പോൾ 1/2 ആകും. പ്ലസ് ഇവിടെ വീണ്ടും രണ്ട് നെഗറ്റീവ് ഉണ്ട്, ക്യാൻസൽ ആവും. 2A ഡിവൈഡ് ബൈ A എത്രയാണ്, 2 ആണ് വരുന്നത്. പ്ലസ് -1 മൈനസ് A ഡിവൈഡ് ബൈ A എന്നാണ്, -1 ആണ്. ഈ -1 -2 ആണ്, -2 + 2 ക്യാൻസൽ ആവില്ലേ. അപ്പോൾ ബാക്കി എന്താണ് ആൻസർ വരിക, 1/2 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് ട്രൈ ചെയ്യണ്ട, ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, വീഡിയോ സൊല്യൂഷൻസ് കാണാവുള്ളൂ. ലൈക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സൈക്ലിക് ആയിട്ടാണ് പോകുന്നത്. സോ ലൈക്ക് നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യേണ്ടത് ഒറ്റ വേരിയബിളിലോട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. ലൈക്ക് വൺ ഓഫ് ദ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഒറ്റ വേരിയബിളിലോട്ട് മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ എന്നാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. എന്നാൽ ലൈക്ക് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഇത്രയും ക്വസ്റ്റ്യൻസ്. പിന്നെ തന്നിട്ടില്ലേ ഇവിടെ ABCD നോട്ട് ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ABCD നോട്ട് ഈക്വൽ ടു 0? ABCD 0 ആയി കഴിഞ്ഞാൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വാലിഡ് ആയി പോകും, ഇൻവാലിഡ് ആവും. അപ്പം A ബൈ B പ്ലസ് B ബൈ C പ്ലസ് C ബൈ D പ്ലസ് D ബൈ A ആണ് ചോദിച്ചുള്ളത്. ഇത് മൊത്തം നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഡിനോമിനേറ്ററിൽ നിങ്ങൾക്ക് ഒരു ABCD എന്ന് പറഞ്ഞിട്ട് ഒരു ടേം കിടക്കും. ലൈക്ക് ഇതിൻ്റെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ഡിനോമിനേറ്റേഴ്സിൻ്റെ ഒക്കെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ രണ്ടെണ്ണം വീതം എടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പം ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്, ABCD എന്ന് പറയുന്ന ടേം ഉണ്ടാവും. ആ ABCD 0 ആയി കഴിഞ്ഞാൽ എന്താവും,
1/0 സംതിങ് ബൈ സീറോ എന്ന് പറയുന്ന ഫോർമാറ്റ് ആവും വിച്ച് ഇസ് അൺഡിഫൈൻഡ് അല്ലേ, അൺഡിഫൈൻഡ് ആണ്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ABCD നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കാം. f(x) is equal to b1 ലൈക്ക് വൺ ഓഫ് നല്ല ക്വസ്റ്റ്യൻ ആണ്, അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം ടൈം എടുത്തിട്ട് മേ ബി ലൈക്ക് ഡേയ്സ് എടുത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എന്നിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം സൊല്യൂഷൻസ് കാണാം. പക്ഷേ ലൈക്ക് നിങ്ങൾ ആ ട്രൈ ചെയ്യുന്ന അത്രയും സമയം ലൈക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ലൈക്ക് ഒരുപാട് ചിലപ്പോൾ വേറെ ഞാൻ ട്രൈ ചെയ്യാത്ത വേറെ അപ്രോച്ചസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം. സോ ലൈക്ക് എല്ലാവരും ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ട് മാത്രമേ വീഡിയോ സൊല്യൂഷൻസ് കാണാവൂ. ഓക്കെ അല്ലേ? സോ f(x) is equal to b0 plus b1x plus b2x square bn x power n എന്ന് പറയുന്നുണ്ട്. ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട് അല്ലേ, where bi are non-negative integers for I equal to 0, 1, 2 up to n. If f of 1 is equal to 21, f of 25 is equal to 78357, find the value of f of 10 plus 3/100. f of 1 തന്നിട്ടുണ്ട്, f of 25 തന്നിട്ടുണ്ട്, f of 10 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. f of 10 കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സോൾവ് ആയി. എന്താണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ഞാൻ തന്നിട്ടുള്ള സാധനങ്ങൾ ആദ്യം എഴുതാം. അതായത് f of x തന്നിട്ടുണ്ട്. f of x എന്താണ്? b0 പ്ലസ് b1x പ്ലസ് b2x സ്ക്വയർ അപ് ടു എന്താണ് bn x പവർ n ആണ്. ഓക്കെ ആണല്ലോ. bi's അതായത് കോഎഫിഷ്യൻസ് എന്താണ്? നോൺ നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞു. നെഗറ്റീവ് നമ്പേഴ്സ് ആവില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. നോൺ നെഗറ്റീവ് ആവില്ല. ഓക്കെ ആണല്ലോ, നോൺ നെഗറ്റീവ് ആവില്ല. ഇനി എന്താ തന്നിട്ടുള്ളത്? f of 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 ആണ്. ആൻഡ് f of 25 വിൽ ബി ഈക്വൽ ടു 78357. ഞാൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ആദ്യം ഇതിലോട്ട് 1 ഇട്ട് കൊടുക്കും, f of 1 ഇട്ട് കൊടുക്കും. അതിൻ്റെ വാല്യൂ അറിയാലോ, തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ അറിയാം. അപ്പോൾ എന്ത് ചെയ്യും? അത് ഞാൻ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. f of 1 ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഇക്വേഷനിലോട്ട് 1 എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് നിങ്ങൾ 1 ഇട്ട് കൊടുക്കുക, എക്സിന് പകരമൊക്കെ 1 ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്താവും? b0 പ്ലസ് b1 ഇൻറ്റു എക്സ് അല്ലേ, എക്സിന് പകരം 1 ഇട്ട് കൊടുക്കണം. അപ്പോൾ b1 പ്ലസ് b2 എക്സ് സ്ക്വയർ ആണ്, എക്സിന് പകരം 1 ഇട്ട് കൊടുക്കണം, b2 പ്ലസ് അപ് ടു എന്താ പോകുന്നത്? bn അല്ലേ, എക്സ് പവർ n. 1 പവർ എത്ര ആയി കഴിഞ്ഞാലും എന്ത് തന്നെയാണ് ആൻസർ 1 ആണ്. അതെന്താണ്? bn ആണ്. അപ്പോൾ f of 1 കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്? ആക്ച്വലി f of 1 എന്തുകൊണ്ട് ഉദ്ദേശിച്ചുള്ളത്? അത് സം ഓഫ് കോഎഫിഷ്യൻസ് ആണ് അല്ലേ, സം ഓഫ് കോഎഫിഷ്യൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവിടെ നിൽക്കട്ടെ, നമുക്ക് പ്രത്യേകിച്ച് അതിനെക്കൊണ്ട് ഇപ്പം പ്രത്യേകിച്ച് ലൈക്ക് വേറെ ഉപയോഗങ്ങളൊന്നുമില്ല. തന്നുള്ള വേറെ അടുത്ത പോയിന്റ് നോക്കാം. അതായത് f of 25 f of 25 എന്താ? b0 പ്ലസ് b1 ഇൻറ്റു 25 അല്ലെങ്കിൽ 25b1. ഓക്കെ ആണല്ലോ. അടുത്ത എന്താണ്? 25 സ്ക്വയർ b2 625b2 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. അടുത്ത എന്താണ്? 25 ക്യൂബ് b3 എഴുതിക്കൂടെ? എനിക്ക് ഞാൻ എന്താ ചെയ്യുന്നത്? ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ല എക്സിന്. ഈ ഒരു ഇക്വേഷനിൽ ഏത് ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഈ ഒരു ഇക്വേഷനിൽ എക്സിന് പകരം 25 ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ് ടു ഏത് വരെ പോവാം? പ്ലസ് എന്താണ് ഇവിടെ എഴുതിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണലുണ്ടാവില്ല, ഇവിടേക്ക് മാറ്റി എഴുതാം. പ്ലസ് 25 ക്യൂബ് b3 പ്ലസ് അങ്ങനെ പോകും അല്ലേ, 25 റേസ് ടു 4 b4 അങ്ങനെ പോകുന്ന വാല്യൂസാണ്. അപ്പോൾ 25 റേസ് ടു n bn വരെ വാല്യൂസ് പോകും. സോ ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? സോ ഞാൻ അടുത്തായിട്ട് എഴുതുന്നത് ഞാൻ ഇവിടെ മാറ്റി എഴുതാം ഇത്. അതായത് f of 25 വിൽ ബി ഈക്വൽ ടു എന്താണ്? b0 പ്ലസ് 25 b1 പ്ലസ് 25 സ്ക്വയർ b2 പ്ലസ് 25 ക്യൂബ് b3 പ്ലസ് 25 റേസ് ടു 4 b4 അങ്ങനെ പോകും അല്ലേ, പ്ലസ് എക്സെട്ര അപ് ടു 25 റേസ് ടു n bn എന്ന് എഴുതാൻ പറ്റും. ഞാൻ ഇവിടെ എനിക്ക് വാല്യൂസിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. അതായത് 25 ഉണ്ട്. ഓക്കെ, ഇത് എത്രയാണ് തന്നിട്ടുള്ളത്? ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? 78357 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 78357 ആണ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 78357. ഇവിടെ നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ ലൈക്ക് ഉപയോഗപ്പെടുന്നത്. അതായത് കോഎഫിഷ്യൻസ് ഒക്കെ പോസിറ്റീവ് ആണ്. ഈ തന്നിട്ടുള്ളതൊക്കെ എന്താണ്? പോസിറ്റീവ് ആണ്. ഒക്കെ ലൈക്ക് എന്താണ്? ആഡ് ചെയ്ത് പോവുള്ളൂ. മൈനസ് ഉള്ള ഒരു ടേമും ഇല്ല. സോ ലൈക്ക് എന്താണ്? ആഡ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. അത് ഓർത്ത് വെക്കണം. ഈ 25 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 625 ആണ് അല്ലേ. 25 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 625 ഇൻറ്റു 25 ആ. എത്രയാണ് വാല്യൂ എന്ന് നോക്കാം. 625 ഇൻറ്റു 25 എത്രയാണ്? 5 2 10 10 20 22 2 30 30 പ്ലസ് 4 34 36 6 3 6 ഇൻറ്റു 2 80 12 പ്ലസ് 3 വിച്ച് ഇസ് 15 625 ആണ് അതിൻ്റെ ആൻസർ വരിക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു ടേം എത്തുന്ന സമയത്ത്
ശ്രദ്ധിക്കണേ, 25 ക്യൂബ് എത്തുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്? 25 ക്യൂബ് ഇൻറ്റു സംതിങ് ആണ്, ഒരു പോസിറ്റീവ് നമ്പറാണ്. B3 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പറാണ്, ആലോചിക്കണം. പോസിറ്റീവ് അല്ല, ലൈക്ക് നോൺ നെഗറ്റീവ് ആണ്, 0 ആവാം. അപ്പോൾ B3 എന്ന് പറയുന്നത് ലൈക്ക് അപ്പോൾ എന്താ 25 ക്യൂബ് എന്ന് പറയുന്ന സമയത്ത് 15625 ആണ് ആൻസർ വരുന്നത്. 25 റേസ് ടു 4 ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? B4 ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? 25 റേസ് ടു 4 എന്താ വരിക? ഈ സാധനം, അതായത് 15625 ഇൻറ്റു 25 ആണ്. അല്ലെങ്കിൽ എങ്ങനെ ആലോചിക്കാം? 25 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 25 സ്ക്വയർ ഇൻറ്റു 25 സ്ക്വയർ ആണ് 625 അല്ലേ? 25 സ്ക്വയർ ഇൻറ്റു 25 സ്ക്വയർ ആണ്, വിച്ച് ഈസ് 620 ലൈക്ക് 25 റേസ് ടു 4. അങ്ങനെയാണെങ്കിൽ 625 ഇൻറ്റു 625 എന്ന് എഴുതാം. ഓക്കെ ആണോ? 625 ഇൻറ്റു 625 ആണ്. 600 ഇൻറ്റു 600 എത്രയാണ്? അതിൽ ചെറിയ വാല്യൂ എടുത്തു. 600 ഇൻറ്റു 600 എത്രയാണ്? അത് 3,60,000 അല്ലേ? 3,60,000. അപ്പോൾ ഈ ഒരു വാല്യൂ 625 ഇൻറ്റു 625 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എബോവ് എന്താണ്? 3,60,000. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഈ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്താണ്? 78,357, വിച്ച് ഇസ് വെൽ ബിലോ എന്താണ്? 3,60,000 അല്ലേ? അപ്പോൾ എന്താണ് നമുക്ക് അതിന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ പറയുന്നത് ലൈക്ക് ഈ ഒരു ടേം ഉണ്ടാവാൻ പാടില്ല, ഇതിന് മുകളിലോട്ടുള്ള ഒരു ടേം ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞാൻ പറയാം. കാരണം എന്താ അറിയോ? ആ ടേം ഒക്കെ ഉണ്ടാവുന്ന അനുസരിച്ചിട്ട് എന്താണ് നമുക്കിവിടെ സമ്മ് എക്സീഡ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് വേണ്ട സമ്മിനേക്കാളേറെ എക്സീഡ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ ആണോ? സമ്മ് നമുക്ക് വേണ്ടതിനേറെ എക്സീഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇവിടെ ഇപ്പോൾ ലൈക്ക് വേറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുത്തിയാൽ പോരെ? ഇപ്പോൾ 25 സ്ക്വയർ സംതിങ് അവിടെ ഒരു നെഗറ്റീവ് ടേം ഒക്കെ വന്നിട്ട് മൈനസ് ചെയ്താൽ അഡ്ജസ്റ്റ് ആയി പോലെ എന്ന് ചോദിക്കും. അതാണ് നേരത്തെ മുന്നേ പറഞ്ഞിട്ടുള്ള എന്താണ്? കോഎഫിഷ്യൻസ് ഒക്കെ എന്താണ്? പോസിറ്റീവ് ആണ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ്, അതായത് 0 ആവാം, അല്ലാത്ത കേസിൽ എന്താണ്? ഒക്കെ പോസിറ്റീവ് ആണ്. 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇപ്പം ചുരുങ്ങിയത് എടുക്കാവുന്ന വാല്യൂ എന്താണ്? ഇതിനൊക്കെ 0 എടുക്കുക എന്നുള്ളതാണ്. ബാക്കി എന്താണ്? ഇപ്പോൾ B0, B1, B2, B3 ഒക്കെ നിങ്ങൾ 1 എടുക്കുക. അപ്പോൾ എന്താ അവസ്ഥ വരുന്നത്? B0 1 ആഡ് ചെയ്യും, 25 ഉണ്ട്, 25 സ്ക്വയർ 625 ഉണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒക്കെ ആഡ് ചെയ്ത് വരികയാണ്. അൾട്ടിമേറ്റ്ലി ആഡ് ചെയ്ത് നിങ്ങൾ എന്തിലോട്ടാണ് എത്തുന്നത്? ഒരു നമ്പറാണല്ലോ കിട്ടുന്നത്. ആ നമ്പറിലേറെ എക്സീഡ് ചെയ്ത് പോകുന്നുണ്ട്. 25 റേസ് ടു 4 ഒക്കെ എടുക്കുന്ന സമയത്ത് ആ നമ്പറിലേറെ എക്സീഡ് ചെയ്ത് പോകുന്നുണ്ട്. സോ ലൈക്ക് അതിന് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ വേറെ മെത്തേഡ് ഒന്നുമില്ല. കാരണം എന്താണ്? ഒരു മൈനസ് ടേം ഉണ്ടെങ്കിൽ ഓക്കെ, ലൈക്ക് അത് മൈനസ് ചെയ്തിട്ട് ക്യാൻസൽ ആയി പോയേനെ. പക്ഷേ ഇവിടെ കോഎഫിഷ്യൻസ് ഒക്കെ പോസിറ്റീവ് ആണ്. തന്നിട്ടുള്ള വാക്ക് എന്താണ്? 25ന്റെ പവറുകളാണ്, അതും പോസിറ്റീവ് ആണ്. സോ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിലേറെ ഈ ഒരു ടേം മുതലുള്ളത് അങ്ങോട്ട് ഉണ്ടാവാൻ പാടില്ല. അതായത് B4 അപ് ടു Bn എന്ന് പറയുന്ന കോഎഫിഷ്യൻസ് കംപ്ലീറ്റ്ലി 0 ആയി പോകണം. എന്നാൽ മാത്രമേ ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ അച്ചീവബിൾ ആവുകയുള്ളൂ. 78357 എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ലൈക്ക് 625 25 പവർ 4 എടുക്കുന്ന സമയത്ത് 3,60,000 വരുന്നത്, വിച്ച് ഈസ് വെൽ ബിലോ 78357 ആണ്. സോ ലൈക്ക് നമുക്ക് സംശയമില്ലാതെ തന്നെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? B4 മുതലുള്ള Pn വരെയുള്ള എല്ലാ കോഎഫിഷ്യൻസും 0 ആണ്. ഇനി അത് മനസ്സിലായാൽ നമുക്ക് നോക്കാവുന്നത് ഇവിടെ നോക്കാം. ഞാൻ ഇവിടെ ഇറേസ് ചെയ്യാം. ഈ ഒരു വാല്യൂ എനിക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വന്നു. അതായത് B0, B1, B2, B3 മാത്രമേ B0, B1, B2 ആൻഡ് B3 എന്ന് പറയുന്ന കോഎഫിഷ്യൻസ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അത്രയും ടേംസ് മാത്രമേ നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന പോളിനോമിയലിൽ ഉള്ളൂ. ഓക്കെ ആണല്ലോ? നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന B0 പ്ലസ് B1 x പ്ലസ് B2 x സ്ക്വയർ പ്ലസ് B3 x ക്യൂബ് എന്ന് പറയുന്ന ആ ഒരു ടേം പോളിനോമിയലിൽ ആകെ 4 കോഎഫിഷ്യൻസേ ഉള്ളൂ, അല്ലെങ്കിൽ 4 ടേംസേ ഉള്ളൂ, മാക്സിമം 4 ടേംസേ ഉള്ളൂ. ഇനി എന്താണ്? എനിക്ക് ഈ ഒരു വാല്യൂ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ നേരെ തിരിച്ച് റിവേഴ്സ് ആയിട്ട് ആലോചിക്കുകയാണ്. ഈ ഒരു വാല്യൂ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? എനിക്ക് 78357. ഓക്കെ, അപ്പം B0 പ്ലസ് 25 B1 പ്ലസ് 25 സ്ക്വയർ B2 പ്ലസ് 25 ക്യൂബ് B3, ഇത്രയും വാല്യൂസ് ആണല്ലോ ഉള്ളത്. B4 മുതലുള്ളതൊക്കെ എന്താണ്? 0 ആണ്. അപ്പം ഇത്രയാണ് ആ പോളിനോമിയൽ മാക്സിമം വരാവുന്നത്. 25 ക്യൂബ് എത്രയാണ്? 25 ക്യൂബ് ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് 15,625 ആണ് അല്ലേ? 25 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,625 ആണ്. ഇനി എനിക്ക് എത്രയാണ് B3യുടെ വാല്യൂ? ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ B3യുടെയും B2യുടെയും B1യുടെയും B0യുടെയും വാല്യൂ ഞാൻ കണ്ടുപിടിക്കാൻ പോവുക. എങ്ങനെ? ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെയാണ് ഈ ഒരു ഇതിലോട്ട് എത്താൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ 25 ക്യൂബ് B3 ഉണ്ടല്ലോ, 25 ക്യൂബ് B3 ഉണ്ട്. അപ്പോൾ 25 ക്യൂബ് ഓൾറെഡി 15,625 ആണ്. അപ്പോൾ എനിക്ക് മാക്സിമം എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? അപ്പം ഞാൻ 625 ഇൻറ്റു 4 ചെയ്യുന്ന സമയത്ത് എന്താ വരുന്നത്? 0, 8, 10, 24, 25, 20, 22, 4, 4, 2, 6, 62,500 വരുന്നത് അല്ലേ? 62,500 വരുന്നത്.
പക്ഷേ എനിക്ക് എത്ര വരെ പോവാം? 78,357 വരെ പോസിബിലിറ്റി ഉണ്ട്. അതായത് ഒരു എന്താ പറയുക, ഒരു 15,625 കൂടെ പോസിബിലിറ്റി ഉണ്ട്. ഞാൻ 15,625 ഇൻറ്റു 5 ചെയ്യാണ്. 15,625 ഇൻറ്റു 5 ചെയ്യുന്ന സമയത്ത് എന്താ ആൻസർ വരുന്നത്? ഇവിടെ 5, 2, 10, 12, 30, 31, 3, 5, 25, 28, 8, 2 ആൻഡ് 5, 5, 7. സോ 78125 ഇത്രയാണ് എനിക്ക് മാക്സിമം B3 കൊടുക്കാവുന്ന പോസിബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ്? 78125. അതായത് B3 കൊടുക്കാവുന്ന പോസിബിലിറ്റി 5 ആണ് അല്ലേ? 5 കൊടുക്കുന്നത്. ഞാൻ 6 കൊടുത്താൽ എന്താ അവസ്ഥ? വീണ്ടും എന്ത് ചെയ്യും? 78357 കൂടി പോകും. അതുകൊണ്ട് എനിക്ക് 5 കൂടുതലുള്ള വാല്യൂ കൊടുക്കാൻ പറ്റില്ല. സോ ഞാൻ എന്ത് ചെയ്യാണ്? B3യുടെ വാല്യൂ ഇപ്പോൾ കറൻ്റ്ലി എന്താണ്? 5 ആയിട്ട് ഫിക്സ് ചെയ്യാണ്. B3യുടെ വാല്യൂ ഞാൻ കറൻ്റ്ലി 5 ആയിട്ട് ഫിക്സ് ചെയ്യാണ്. B3 വിൽ ബി ഈക്വൽ ടു എത്രയാണ്? 5 എന്നുള്ളത്. ഓക്കെ ആണോ? ഇനി B2യുടെ വാല്യൂ അത്രയും. അപ്പോൾ എനിക്ക് എത്ര കിട്ടിയത്? സോറി, ലൈക്ക് ഞാൻ എത്രയായിരുന്നു വാല്യൂ? 15,625 ഇൻറ്റു എത്രയാണ്? 5 ആണ് ചോദിച്ചിട്ടുള്ളത്. സോ 25, 5, 2, 10, 12, 31, 1, 3, 5, 5, 25, 25, 28, 8, 7, 78125 ഉള്ളത്. ബാക്കി എത്ര ഉണ്ട്? എനിക്കിവിടെ 78357 വരെ പോകാം. ബാക്കി എത്ര ഉണ്ട്? എനിക്കിവിടെ 78125. എനിക്ക് B3ക്ക് ഞാൻ 5 കൊടുക്കുന്ന സമയത്ത് 78125 കിട്ടും. 78125 കിട്ടും. സോ ലൈക്ക് ബാക്കി എത്രയാണ് വരിക? 232 വരും അല്ലേ? ബാക്കി ഒരു 232 ഉണ്ട്. അത് ഞാൻ B2ഉം B1ഉം B0ക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണ് കൊടുക്കുക? 232 ഉണ്ട്, ബാക്കിയുള്ളത് 232. ഞാനത് B1ഉം B2ഉം B0ക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. B2യുടെ ഏറ്റവും ചുരുങ്ങിയ വാല്യൂ എന്താ? B2 എന്താണ്? B2 എന്ന് പറയുന്നത് 625 B2 എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും ചുരുങ്ങിയ വാല്യൂ, ഏറ്റവും മിനിമം വാല്യൂ B2ക്ക് ഞാൻ ടേക്ക് എന്താണ്? 1 എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 എടുക്കാം. 0 ഒരു പോസിബിലിറ്റി ആണ്. ഞാൻ 1 എടുക്കാം. 1 എടുത്തു കഴിഞ്ഞാൽ എന്താണ് ആൻസർ വരിക? 625 എന്ന് പറയുന്ന ഒന്ന് വരും. അപ്പോൾ B3 5 ആയിട്ട് B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയി കഴിഞ്ഞാൽ പോലും എന്താണ്? ഇതിൻ്റെ ഈ ഒരു നമ്പറിലേറെ പോകുന്നുണ്ട്, എക്സീഡ് ചെയ്യുന്നുണ്ട്. സോ എന്ത് പറയാൻ പറ്റും നമുക്ക്? B2 എന്ന് പറയുന്ന ടേം 0 ആണ് എന്ന് പറയാൻ പറ്റും. കാരണം B2 നമുക്ക് ഇൻ എനി വേയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ മിനിമം കൊടുക്കാവുന്ന വാല്യൂ ആയ 1 കൊടുത്താൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്? തന്നിട്ടുള്ള നമ്പറിലേറെ എക്സീഡ് ചെയ്ത് പോകുന്നുണ്ട്. സോ നമുക്ക് B2 എന്താണ്? നമ്മൾ 0 ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇനി അടുത്ത ഒരെണ്ണം എടുക്കാവുന്നത് ഏതാണ്? 25 ഇൻറ്റു B1 അല്ലേ? 25 ഇൻറ്റു B1 ആണ്. ഓക്കെ ആണല്ലോ? ഈ B1ന് ഞാൻ എന്താ കൊടുക്കാം? എനിക്ക് ബാക്കി ഒരു 232 കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ 25 ഇൻറ്റു B1ന് എനിക്ക് 9 കൊടുത്തൂടെ? B1 എനിക്ക് 9 വരെ കൊടുക്കാം. 9 ഇൻറ്റു 25 എത്രയാണ്? 9 ഇൻറ്റു 25 എത്രയാണ്? 225 ആണ് അല്ലേ? 9 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ 225 ആണ്. സോ ഞാൻ B1ന് ഞാൻ 9 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ B0 എത്ര ഉണ്ടാവുക? 225 ടു 232 എത്ര ഡിസ്റ്റൻസ്? 7 ആണ് അല്ലേ? അപ്പോൾ B0 7 ആണ്. അതായത് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് ലൈക്ക് ഓക്കെ, ഞാൻ കൺക്ലൂഡ് ചെയ്യാം. B0, B1, B2, B3 ഇത്രയും വാല്യൂസേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയും കോഎഫിഷ്യൻസേ മാക്സിമം ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞ്. B0യുടെ വാല്യൂ വരുന്നത് 7 ആണ്, B1യുടെ വാല്യൂ വരുന്നത് 9 ആണ്, B2യുടെ വാല്യൂ വരുന്നത് 0 ആണ്, B3യുടെ വാല്യൂ വരുന്നത് 5 ആണ്. ഇത് ശരി തന്നെയാണോ? അപ്പോൾ നിങ്ങൾക്ക് ചില ആളുകൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും. ഒരു കണ്ടീഷനും കൂടെ ഉണ്ടായിരുന്നു. അതായത് എന്താണ്? 4 കോഎഫിഷ്യൻസേ ഉള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ഫോം ചെയ്ത ഒരു ഇക്വേഷൻ ഉണ്ടല്ലേ? ഏതാണ് ഇക്വേഷൻ? യെസ്, ഈ ഒരു ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. f(1)ന്റെ ഇക്വേഷൻ അതെന്താണ്? 21 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. f(1) = 21. അതായത് ഒരു കണ്ടീഷനും കൂടെ നമ്മൾ സാറ്റിസ്ഫൈ ആണ്. അങ്ങനെ കണ്ടെത്തിയാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം? ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഉറപ്പ് വരുത്തണം. അതായത് B0 പ്ലസ് B1 പ്ലസ് B2 പ്ലസ് B3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 ആയിരിക്കണം. അതാണോ നോക്കാം. B0 എത്രയാണ്? 7. B1 എത്രയാണ്? 9. B2 എത്രയാണ്? 0. B3 എത്രയാണ്? 5 ആണ്. 7 പ്ലസ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 16. 16 പ്ലസ് 5 എത്രയാണ്? 21 ആണ്. ഓക്കെ ആണോ? അതായത് നമ്മൾ ഇവിടെ ട്രൈ ചെയ്തുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ആയി. ആക്ച്വലി B0, B1, B2, B3 കിട്ടുന്നതോട് കൂടിയിട്ട് എന്താണ്? പോളിനോമിയൽ എന്താ വരുന്നത്? f(x) വിൽ ബി ഈക്വൽ ടു 7 പ്ലസ് 9x പ്ലസ് ഈ ടേം ഉണ്ടായിരിക്കില്ല. ബാക്കി എന്താണ്? 5x³ ആണ് നമ്മളുടെ പോളിനോമിയൽ. ഇനി അതിൽ 10 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ആയി. ചില ആളുകൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ 25³ ഞാൻ B3 ഞാൻ മാക്സിമൈസ് ചെയ്തു അല്ലേ? B3 ഞാൻ മാക്സിമൈസ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ചില ആൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്നാൽ B3 0 ആക്കി എടുത്തൂടെ, എന്നിട്ട് B2 ഞാൻ മാക്സിമൈസ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ B3 0 ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. B4 മുതലുള്ള ഇല്ല എന്നുള്ളതിൽ വേറെ തർക്കമല്ല. ലൈക്ക് അതെന്താണ്? ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഇനിയുള്ളത് ഇതിൽ വേറെ പോസിബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് B2 കുറച്ച് കൂട്ടുക, B1
കുറച്ച് കൂട്ടും, വേറെ ഏതെങ്കിലും കോമ്പിനേഷൻസ് പോസിബിൾ ആണെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. അവിടെയുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ 25 സ്ക്വയർ അല്ലേ, 25 സ്ക്വയർ 625 B2 ആണ്, B3 ഇല്ല എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ B3 വേറെ എത്രയെങ്കിലും വാല്യൂ ആണെന്ന് വിചാരിച്ചു. 25 സ്ക്വയർ B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ് 620, സോറി ഞാനിവിടെ റേസ് ചെയ്യാം. അതായത് 25 സ്ക്വയർ B2 ആണ് നെക്സ്റ്റ് ബിഗ്ഗസ്റ്റ് ടേം എന്ന് പറയുന്നത്. 25 സ്ക്വയർ B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 625 B2 ആണ്. ഓക്കെ ആണല്ലോ. ഞാൻ B2നെ മാക്സിമൈസ് ചെയ്യാമെന്ന് വിചാരിക്കും. ഞാൻ എത്രത്തോളം മാക്സിമൈസ് ചെയ്യാം? എനിക്ക് 78,357 കിട്ടണം അല്ലേ? അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര മാക്സിമൈസ് ചെയ്യണം? ഞാൻ 625 ഇൻറ്റു ഒരു 60 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? അറൗണ്ട് 36,000 അല്ലേ? 620 യെസ്, അറൗണ്ട് 36,000 വരും അല്ലേ? അറൗണ്ട് 40,000 ആ ഒരു റേഞ്ചിലാണ് ആൻസർ വരും. എക്സാക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ഒരു 60 ചെയ്താൽ, അതായത് B2ൻ്റെ വാല്യൂ ഒരു ചുരുങ്ങി 60 എങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളൂ? ഒരു 36,000 അല്ലെങ്കിൽ 40,000 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് വരുന്നുള്ളൂ. ശ്രദ്ധിക്കണം അല്ലേ? 36,000 അല്ലെങ്കിൽ 40,000 എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് എത്ര ഉണ്ട്? 78,000 വരെ എത്തിക്കണം. അവിടെയുള്ള പ്രശ്നം, അങ്ങനെ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്? നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ അവിടെ വയലേറ്റ് ചെയ്യപ്പെടും. ഞാൻ B2 60 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായി? പിന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 21 കിട്ടുമോ? 21 കിട്ടണമെങ്കിൽ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു, ഇത് ബാക്കിയുള്ളത് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ. പക്ഷേ നെഗറ്റീവ് ആവില്ല എന്ന് ആദ്യം ക്വസ്റ്റ്യൻ പറഞ്ഞു. അതാണ് പറഞ്ഞുള്ളത്. ഇവിടെ നമ്മൾ B3 മാക്സിമൈസ് ചെയ്യേണ്ട റീസൺ അതാണ്. കാരണം എന്താണ്? നമുക്ക് B0 പ്ലസ് B1 പ്ലസ് B2 പ്ലസ് B3 ആഡ് ചെയ്താൽ 21 ഉള്ളൂ. അത്രയും ചെറിയൊരു വാല്യൂ ആണ്. അപ്പം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് B0 B1 B2 B3 മിനിമൈസ് ചെയ്യണം. അത് മിനിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്? 25 ക്യൂബ് എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ഉള്ള ഇത് B3 മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അതിലോട്ട് എത്താനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ B3 മാക്സിമൈസ് ചെയ്തിട്ട് പിന്നീട് B2 കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഡൗട്ടുകളാണ് അത്. അപ്പോൾ നിങ്ങൾ വേരിയസ് കോമ്പിനേഷൻസ് ഒക്കെ എടുത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ, ഈ B3 0 ഒക്കെ എടുക്കണ്ട, ഒരു 2 എണ്ണം B3 കൊടുത്തിട്ടും ബാക്കി B2 കൊടുത്താലോ എന്നാലും എത്തൂല. കാരണം എന്താണ്? അത്രയും ഡിസ്റ്റൻസ് വരും. കാരണം B2 കവർ ചെയ്യാൻ പറ്റാത്ത അത്രയും ഡിസ്റ്റൻസിലോട്ടാണ് ഇത് കിടക്കുന്നത്. 78,357 എന്ന് പറയുന്ന വലിയ നമ്പറിലോട്ട് എത്തണം. അത് 625 കൊണ്ട് എത്തുക എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ആ ഒരു ഗിവൺ കൺസ്ട്രെയിൻ ദാറ്റ് B0 പ്ലസ് B1 പ്ലസ് B2 പ്ലസ് B3 21 എന്ന് പറയുന്ന ആ ഒരു കൺസ്ട്രെയിൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എത്താൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ B3 മാക്സിമൈസ് ചെയ്തിട്ട് B2 പിന്നീട് B2 B1 B0 ചെക്ക് ചെയ്തത്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോമ്പിനേഷൻസ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ആൻസറിലോട്ടേ നിങ്ങൾ എത്തുള്ളൂ. സോ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? f(x) തന്ന് ഞാൻ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f(10) കാൽക്കുലേറ്റ് ചെയ്യാം. f(10) എത്രയാണ്? 7 പ്ലസ് 90 പ്ലസ് 5,000 അല്ലേ? 10 ക്യൂബ് 5,000 എത്രയാണ് വരിക? സോറി 5,097 എന്ന് പറയും. നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് f(10) പ്ലസ് 3 ഡിവൈഡ് ബൈ 100 ആണ് ചോദിച്ചിട്ടുള്ളത്. f(10) പ്ലസ് 3 ഡിവൈഡ് ബൈ 100 ആണ് ചോദിച്ചിട്ടുള്ളത്. f(10) എത്രയാണ്? 5097 പ്ലസ് 3 ഡിവൈഡ് ബൈ 100 വിച്ച് ഈസ് 5100 ഡിവൈഡ് ബൈ 100. ആൻസർ വിൽ ബി ഈക്വൽ ടു 51. ഓക്കെ ആണോ? ഇതാണ് ആൻസർ. സോ കുറച്ച് ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾ പല മെത്തേഡ്സും അപ്രോച്ചസ് ഒക്കെ വേറെ അപ്രോച്ചസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അപ്രോച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. സോ ഇത്രയാണ് ഈ ഒരു ക്ലാസ് ഉള്ളത്. സോ നെക്സ്റ്റ് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വീണ്ടും കാണാം.